ഓക്കെ, വോയിസ് വീഡിയോ എല്ലാം ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? വോയിസ് ഓഡിബിൾ ആണോ? അതുപോലെ വീഡിയോ ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഒരു ട്രെയിൻ ഹോൺ ശബ്ദം കേട്ടല്ലോ അല്ലെ? ഒരു നല്ല നിമിത്തമാണത്. ഒരു റെയിൽവേ എക്സാമിന് വേണ്ടി പഠിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ശബ്ദമാണത്, ഒരു ട്രെയിനിന്റെ ശബ്ദം. ഓക്കെ, അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അരുൺ രാജൻ എന്നാണ്. ഞാൻ 6 വർഷമായിട്ട് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. ഇന്റൻസിൽ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് വിവിധ ബാച്ചുകൾക്ക് മാത്തമാറ്റിക്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. LGS ബാച്ചിനും 10th ബാച്ചിനും ഡിഗ്രി ബാച്ചിനും എല്ലാം മാത്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. അങ്ങനെ ഞാൻ ക്ലാസ്സിനിടയ്ക്ക് റെയിൽവേ ജോബുകളെ പറ്റിയും റെയിൽവേ ആനുകൂല്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചതിനിടയ്ക്ക് കുറച്ച് കുട്ടികൾ എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി, സാർ റെയിൽവേക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അത് ഞാൻ ആദ്യമൊന്നും അത് കാര്യമായിട്ട് എടുത്തില്ല. അവർ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രേരണയിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വിചാരിച്ചു. വിഷ്ണു സാറിനോട് ആ കാര്യം അവതരിപ്പിച്ചു. വിഷ്ണു സാറും വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്തു. അപ്പൊ അങ്ങനെ മാത്സ് മാത്രം എടുക്കാം എന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു ബാച്ചിൽ നമ്മൾ മാത്സ് മാത്രമല്ല, മാത്സും റീസണിങ്ങും GKയും സയൻസും എല്ലാം വരുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ RRB ഗ്രൂപ്പ് ഡി ബാച്ചിന്റെ ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം റെയിൽവേയെ പറ്റിയും റെയിൽവേ ജോബിനെ പറ്റിയും റെയിൽവേ എക്സാംസിനെ പറ്റിയും എനിക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ അത് നേടാൻ പറ്റും, ഒരു റെയിൽവേ ജോലി എങ്ങനെ നിങ്ങൾക്ക് നേടാൻ പറ്റും, അല്ലെ എങ്ങനെ ഒരു റെയിൽവേ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും എന്നതിന് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരികയും എന്നാലാവുന്ന സഹായങ്ങൾ ചെയ്യുകയുമാണ് ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പബ്ലിക്കിന് അറിയാത്ത ഒത്തിരിയും കാര്യങ്ങളുണ്ട് റെയിൽവേ ജോലിയെ പറ്റി. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയും അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് നൽകുകയൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ വോയിസ് വീഡിയോ എല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മള് പറയുന്നത് RRBയുടെ ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റുകളാണ്. നമ്മുടെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റുകൾക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കറക്ഷൻ ഉണ്ട്. ശരിക്കും ഇപ്പൊ അത് ഗ്രൂപ്പ് ഡി അല്ല, ശരിക്കും അത് ഗ്രൂപ്പ് സി ആണ്. അതായത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത്, ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഏസ്റ്റ് വൈൽ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിലുണ്ട്. ആരെങ്കിലും കണ്ടായിരുന്നോ? ഏസ്റ്റ് വൈൽ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അതിലുണ്ട്. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏസ്റ്റ് വൈൽ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിലുണ്ട്. ആരെങ്കിലും കണ്ടായിരുന്നോ? യെസ്, അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. യെസ്, അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് പഴയ ഗ്രൂപ്പ് ഡി ആണ്, ഇപ്പോൾ ഗ്രൂപ്പ് ഡി ഇല്ല, ഇപ്പോൾ ഗ്രൂപ്പ് സി ആണ്. ലെവൽ 1 മുതൽ ലെവൽ 7 വരെ, ലെവൽ 1 മുതൽ ലെവൽ 7 വരെ ഇപ്പോൾ ഗ്രൂപ്പ് സി എന്നാണ് പറയുന്നത്. പണ്ടാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ലെവൽ 1 പോസ്റ്റുകൾ ഗ്രൂപ്പ് ഡിയില്, ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റുകൾ ഗ്രൂപ്പ് ഡിയിൽ ലെവൽ 1 പോസ്റ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ജോലികളാണ്. 10th ക്വാളിഫിക്കേഷൻ ഉള്ള ജോലികളാണ്. അപ്പൊ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ, ഈ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം 10ാം ക്ലാസ് മാത്രം മതി.
വേറെ ഒരു ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് വേണ്ട. വെറും 10ാം ക്ലാസ് മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, കിട്ടാവുന്ന ഏറ്റവും ശമ്പളം കിട്ടുന്ന ഒരു ജോലി, ആർമി കഴിഞ്ഞാൽ, ഒരു പക്ഷേ ആർമിയേക്കാൾ എന്ന് തന്നെ പറയാം, ഇന്ത്യയിൽ തന്നെ ഒരു 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഗ്രൂപ്പ് ഡി ജോലി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു, ഞാൻ ജസ്റ്റ് ഒരു ഗസ്സിന് ചോദിക്കാം, നിങ്ങളുടെ ഒരു ഊഹത്തിൽ, ഒരു ഗസ്സിൽ മാക്സിമം എത്ര രൂപ വരെ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറുന്ന ഒരാൾക്ക് ശമ്പളം കിട്ടുമായിരിക്കും? നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ, നിങ്ങളുടെ ഒരു പ്രതീക്ഷയിൽ മാക്സിമം എത്ര വരും? 50,000 മാക്സിമം അല്ലെ? 50,000, ഒരു 45, ഒരു 42,000. ഓക്കെ. അപ്പൊ നിങ്ങളോട് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്തതും ഇനി പറഞ്ഞു തരാത്തതും ഞാൻ മാത്രം പറഞ്ഞു തരുന്നതുമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാണ്. ഗ്രൂപ്പ് ഡി ആയി കയറുന്ന ഒരാൾക്ക് റെയിൽവേയിൽ തുടക്ക ശമ്പളം എത്ര വരെ വാങ്ങാൻ പറ്റുമെന്ന് അറിയാവോ? ഇത്രയും വരെ വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ്? റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി ആയി 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ജോലിക്ക് കയറുന്ന ഒരാൾക്ക് 1,00,000 രൂപ ശമ്പളം വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഈ ജോലിക്ക്. ഇതാരും അങ്ങനെ പറഞ്ഞു തരത്തില്ല. കാരണം ഇത്രയും വലിയൊരു സൗഭാഗ്യം അതാരെങ്കിലും പറഞ്ഞു തരുമോ? തരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ ജോലിക്കുണ്ട്. ആ പോസ്റ്റ് ഏതാന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. റെയിൽവേയില് TL ആൻഡ് AC എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അസിസ്റ്റന്റ് TL ആൻഡ് AC എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് ട്രെയിൻ ലൈറ്റ്നിങ് ആൻഡ് AC, ഇതാണ് TL ആൻഡ് ACയുടെ ഫുൾ ഫോം. നമ്മൾ ദീർഘദൂര ട്രെയിനുകൾ ഉണ്ടല്ലോ, ദീർഘദൂര ട്രെയിനുകളിൽ AC കോച്ചുകളുണ്ട്. ഫസ്റ്റ് AC ഉണ്ട്, സെക്കൻഡ് AC ഉണ്ട്, തേർഡ് AC ഉണ്ട്. അപ്പൊ ഈ AC കോച്ചുകളിൽ AC കംപ്ലൈന്റ് ആയാലോ, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് AC കൂടുതൽ വേണം, കുറച്ചു പേർക്ക് AC കുറച്ച് മതി, അല്ലെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല, ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാൻ അതിലൊരു സ്റ്റാഫ് കാണും, ഒരു ടെക്നീഷ്യനും കാണും, ഒരു അസിസ്റ്റന്റും കാണും. അപ്പൊ ആ അസിസ്റ്റന്റിന്റെ സാലറിയാണ് ഈ പറഞ്ഞ 1,00,000. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒറ്റ ട്രെയിനിൽ ഒരൊറ്റ ഡ്യൂട്ടി പോയി കഴിഞ്ഞാൽ ഒരു 20,000 രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരൊറ്റ ഡ്യൂട്ടി പോയി കഴിഞ്ഞാൽ, അതായത് ഒരൊറ്റ ട്രെയിനിൽ ഡ്യൂട്ടി പോയി കഴിഞ്ഞാൽ, ഒരു മാസത്തിൽ നിങ്ങൾ ഒറ്റ ഡ്യൂട്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 20,000 ആ ഒരൊറ്റ ഡ്യൂട്ടിയിൽ നിങ്ങൾക്ക് സാലറി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കത്തില്ല. അതായത് ഈ പറഞ്ഞ സെയിം ജോലിയിൽ, ഈ TL ആൻഡ് AC എന്ന് പറഞ്ഞ ജോലിയിൽ, നിങ്ങളൊരു ദീർഘദൂര ട്രെയിനിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം ഡിവിഷനിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. തിരുവനന്തപുരത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വണ്ടി കന്യാകുമാരി വരെ, നമ്മുടെ ജമ്മുതാവി വരെ പോകുന്ന വണ്ടി, അല്ലെങ്കിൽ ന്യൂഡൽഹി വരെ പോകുന്ന വണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 2.5 ചേർത്തിട്ട് 5 ദിവസത്തെ യാത്രയാണ്, 5 days യാത്ര കാണും. നിങ്ങൾക്കിത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5 ദിവസത്തെ ഓവർ ടൈം, ഈ 5 ദിവസത്തെ, ഒരു ദിവസം നമുക്ക് 8 മണിക്കൂർ ജോലിയാണുള്ളത്, അതിനെക്കാട്ടിയും കൂടുതൽ ചെയ്യുന്നതെല്ലാം OT ആണ്, ഓവർ ടൈം ആണ്. ഈ 5 ദിവസത്തെ ഓവർ ടൈം, ഈ 5 ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, ഈ 5 ദിവസത്തെ TA ട്രാവലിംഗ് അലവൻസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഒരു ഡൽഹി വരെയുള്ള ഒരു വണ്ടി തിരുവനന്തപുരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 20,000 മുകളിൽ, 20,000 അല്ല, ഞാൻ അത് കുറച്ച് പറഞ്ഞു, അത്രയൊന്നും അല്ല, ഇതിൽ കൂടുതലുണ്ട്. മിനിമം ഒരു 20,000 എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഒറ്റ ട്രിപ്പിൽ നിങ്ങൾക്ക് സാലറി ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. ഇതുപോലെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രം ഡിവിഷനിൽ TL ആൻഡ് AC അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അത് പിന്നെ ഭാവിയിൽ കോൺട്രാക്ട് പോയേക്കാം, കോൺട്രാക്ട് പോയാലും നിങ്ങൾക്ക് പ്രൊമോഷൻ, നിങ്ങൾ ടെക്നീഷ്യൻ ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ആ വണ്ടിയിൽ പോവാം. അപ്പൊ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ട്രെയിനിൽ കയറി കിടന്ന് ഉറങ്ങിയാൽ മതി, വേറെ പണിയൊന്നുമില്ല, ഒന്നും ചെയ്യണ്ട. ട്രെയിനിൽ പോകുന്ന സ്ഥലം വരെ പോവുക, തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ അതിൽ കയറി കിടക്കുക, ആ ട്രെയിൻ എവിടം വരെ പോകുന്നോ അതിൽ കൂടെ പോവുക, അവിടെ ചെന്നിട്ട് അവിടെ റെസ്റ്റ് കാണും, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരിക, ഇതാണ് പണി.
ഈ ജോലിക്ക് നിങ്ങൾക്ക് ഏതാണ്ട് 1,00,000 കൂടുതൽ ശമ്പളം കിട്ടുന്നതായിരിക്കും. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് ഏത് ഡിവിഷനാണ് എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രം ഞാൻ പറയാം. ഒരു ഡിവിഷനിൽ ഒരു തവണ ഈ സ്റ്റാഫിന്റെ എല്ലാം കൂടെ ഓവർ ടൈം അലവൻസ് കൊടുക്കാതിരുന്നിട്ട് പിന്നീട് കൊടുക്കാം, അല്ലെ അടുത്ത മാസം കൊടുക്കാന്ന് പറഞ്ഞ് ഇരുന്നിട്ട് പിന്നെ അഖിൽ സാറ് പേര് വെളിപ്പെടുത്തരുത്, ഇത് നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആരുടെ പേര് വെളിപ്പെടുത്തല്, ഡിവിഷനും വെളിപ്പെടുത്തല്, നമ്മൾ ഫാക്ട് മാത്രമാണ് പറയുന്നത്. ഇത് ജോലിയെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ആരുടെയും പേര് വെളിപ്പെടുത്തണ്ട. അഖിൽ സാറ് പേര് പറയരുത് ദയവ് ചെയ്ത്. അഖിൽ സാറിനറിയാം ഇതുള്ളതാണെന്ന്, അഖിൽ സാറിനറിയാം. അപ്പം പിന്നെ ട്രിവാൻഡ്രം ഒരു ഡിവിഷനിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ഡിവിഷനിൽ ഏതാണ്ട് ഒരു 2-3 മാസത്തെ അരിയർ, അതായത് മെയിൻ സാലറി അല്ല, അവർക്ക് സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അരിയർ സാലറി വന്നത്, അതായത് ഓവർ ടൈമിന്റെ അരിയർ സാലറി വന്നത് 2.5 ലക്ഷമാണ്. 2.5 ലക്ഷം. അന്നേരം എന്ത് പറ്റി? ഒരു ഡിവിഷനിൽ ഒരു ഡിവിഷണൽ റെയിൽവേ മാനേജർ കാണും, DRM എന്ന് പറയുന്ന ഒരാൾ കാണും. DRM ഇത് നിർത്തലാക്കി, ഇത് പെട്ടെന്ന് കോൺട്രാക്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി ഇവരെ അസിസ്റ്റന്റുകളെ വിടണ്ട, പകരം ഇത് പെട്ടെന്ന് കോൺട്രാക്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം ഒരു റെയിൽവേ ഡിവിഷനിലെ ഏറ്റവും ഉയർന്ന ആളായ DRMനേക്കാൾ സാലറി ഒരു അസിസ്റ്റന്റ് വന്നു. DRMന് കിട്ടില്ല 2.5 ലക്ഷം. ഒരു സാധാരണ അസിസ്റ്റന്റിന് അരിയറായിട്ട് വന്നത് 2.5 ലക്ഷം രൂപയാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ ഇത് ശരിക്കുള്ള കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ ഡിവിഷനിലെ ഏതെങ്കിലും സ്റ്റാഫിന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. അപ്പൊ അത്ര സൗകര്യങ്ങളുള്ള ഒരു ജോലിയാണ് നമ്മുടെ ഈ റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ജോലി. പലർക്കും റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പുച്ഛഭാവമായിരിക്കാം. ആ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഒരു പുച്ഛഭാവമായിരിക്കാം. അതുകൊണ്ട് ഇനി തൊട്ട് ഗ്രൂപ്പ് ഡി അല്ല, ഗ്രൂപ്പ് സി ആണ്. പക്ഷെ ഇതിന്റെ സൗകര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ താനേ ആ പുച്ഛഭാവമൊക്കെ മാറി എങ്ങനെയും ഒരു റെയിൽവേ ജോലി വാങ്ങിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് നിങ്ങളെത്തും. അപ്പൊ ഞാൻ ഇതിലെ സൗകര്യങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യമായി ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, പിന്നെ ആളെ എടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ, പിന്നെ പോസ്റ്റുകള്, ആ പോസ്റ്റ് പ്രിഫറൻസുകള്, പിന്നെ പ്രൊമോഷൻ സാധ്യതകള്, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം നമുക്ക് ഈ റെയിൽവേ ജോലിയിലുള്ള സൗകര്യങ്ങളെ പറ്റി, നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന സൗകര്യങ്ങളെ പറ്റി ഞാൻ അവസാനം പറയാം. അതിനു മുമ്പായിട്ട് എക്സാമിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു 10th ലെവൽ പോസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മിനിമം ഒരു 10ാം ക്ലാസ് മതി. ഇനി 10ാം ക്ലാസ് അല്ലാതെ ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ITI 10th ഉള്ളവർക്ക് പറ്റും, അല്ലെങ്കിൽ 10th ITI ഉള്ളവർക്ക് പറ്റും. ഇനി ഇതുമല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാല് പിന്നെ റെയിൽവേ ആക്ട് അപ്രന്റീസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ആക്ട് അപ്രന്റീസ്. അപ്പൊ ഇവർക്കൊക്കെയാണ് ഈ റെയിൽവേ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് 4 സ്റ്റേജ് ആയിട്ടാണ് ഈ റെയിൽവേ ജോലിയിൽ ആളെ എടുക്കുന്നത്. ആദ്യം ഒരു CBT ഉണ്ടായിരിക്കും. CBT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതായത് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത്, ബ്രേക്ക് വരുന്നുണ്ടോ? ബ്രേക്ക് ഉണ്ടോ? ഇല്ല, ഓക്കെ. അപ്പൊ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതായത് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും, കമ്പ്യൂട്ടറിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ, only one exam, no preliminary ഇല്ല, only main. ഒരു മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ, പ്രിലിമിനറി ഇല്ല. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ റെയിൽവേ പരീക്ഷ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു എക്സാം ആയിരിക്കും. 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ. 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു എക്സാം ആയിരിക്കും നിങ്ങൾക്കുള്ളത്.
ആ 90 മിനിറ്റിൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 90 മിനിറ്റും ഉണ്ട്, 100 ക്വസ്റ്റ്യനും ഉണ്ട്. ഓക്കെ ആണല്ലോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. യെസ്. അപ്പൊ 90 മിനിറ്റും ഉണ്ട്, നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യനും ഉണ്ട്. 90 മിനിറ്റും ഉണ്ട്, 100 ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ ഓരോന്നും എന്തൊക്കെയാന്ന് പറയാം. 100 ക്വസ്റ്റ്യൻ ഏതൊക്കെയാന്ന് പറയാം. ജനറൽ സയൻസ് 25 മാർക്കിന്. ജനറൽ സയൻസ് 25 മാർക്കിന്. അതായത് ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ 10 വരെ പഠിക്കുന്ന സയൻസ്. സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ചോദിച്ചിരിക്കുന്ന സയൻസ്, അല്ലെ അതിൽ പഠിപ്പിച്ചിരിക്കുന്ന സയൻസ്, അതാണ് ജനറൽ സയൻസ് ആയിട്ട് ചോദിക്കുന്നത്. 25 മാർക്കിന് ജനറൽ സയൻസ്. അത്യാവശ്യം നിങ്ങൾ PSCക്ക് പഠിച്ചിരിക്കുന്ന ജനറൽ സയൻസ്, ഇതിലൊരു 10 മാർക്കോളം നിങ്ങൾ PSCക്ക് പഠിച്ച ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് കിട്ടും. ഓൾറെഡി നിങ്ങൾ NCERT പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്കൊരു 20 മാർക്കും അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ഫുൾ മാർക്ക്, മൊത്തം മാർക്ക് വേണമെങ്കിലും ഈ ഒരു സയൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. PSC നിങ്ങൾ ഡിഗ്രി ലെവലിൽ ഒരു NCERT ടെക്സ്റ്റ് ലെവൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി രണ്ടാമത് മാത്സ് ആയിട്ട് ചോദിക്കുന്നത്, മാത്സും 25 മാർക്കാണ്. മാത്സ് 25 മാർക്കാണ്. അതും ഇതുപോലെ തന്നെ 10 വരെയുള്ള കാര്യങ്ങളാണ്. സ്റ്റേറ്റ് സിലബസ് അല്ല, NCERT ടെക്സ്റ്റ് ബുക്കിൽ 10 വരെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതില് 2-3 ടോപ്പിക് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നതാണ്. എക്സ്ട്രാ പഠിക്കേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ട്രിഗണോമെട്രി നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ 10th വരെയുള്ള എക്സാമിന് പഠിക്കുന്നുണ്ട്, പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. അപ്പൊ ട്രിഗണോമെട്രി കുറച്ച് എക്സ്ട്രാ പഠിക്കണം, കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് ട്രിഗണോമെട്രി പഠിക്കണം. പിന്നെ നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ 10th വരെയുള്ള കേരള PSCയിൽ 10 വരെയുള്ള എക്സാമിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ റെയിൽവേ എക്സാമിന് വേണ്ടി ട്രിഗണോമെട്രിയും സ്റ്റാറ്റിസ്റ്റിക്സും കുറച്ച് എക്സ്ട്രാ പഠിക്കണം. ബാക്കിയെല്ലാം ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാനും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടും കുറച്ച് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതിയാകും. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ മാത്സ് 25 മാർക്കാണ്. പിന്നീട് വരുന്നത് റീസണിങ് ആണ്. റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് സിലോജിസവും പിന്നെ ആൽഫബറ്റിക്കൽ ഇതും പിന്നെ നിലകളുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഫ്ലോറിന്റെ ക്വസ്റ്റ്യനും, അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ നമ്മൾ പറയും ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അത് വരുന്നത് 30 മാർക്കാണ്. അതിന് ചോദിക്കുന്നത് 30 മാർക്കാണ്. 30 മാർക്ക്. പിന്നെ അവസാനമായിട്ട് ജനറൽ അഫയേഴ്സ് ആൻഡ് കറന്റ് അഫയേഴ്സ്. ജനറൽ അഫയേഴ്സ് GA ആൻഡ് കറന്റ് അഫയേഴ്സ് CA രണ്ടും കൂടെ ചേർത്തിട്ട് 20 മാർക്ക്. എല്ലാം കൂടെ മൊത്തം 100 മാർക്ക്. 100 മാർക്ക്. എല്ലാം കൂടെ മൊത്തം 100 മാർക്കാണ്. ഇപ്പൊ ഇതില് എന്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ജനറൽ അഫയേഴ്സ് ആൻഡ് കറന്റ് അഫയേഴ്സ് നിങ്ങൾ ഓൾറെഡി കുറെ പഠിച്ചതാണ്, ഇല്ലേ? നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സംസ്ഥാനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എക്സാമിന് വേണ്ടിയിട്ട്, PSC എക്സാമിന് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. യെസ്, പഠിച്ചിട്ടുണ്ട്. നാഷണൽ പാർക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ ഹൈവേകള്, പിന്നെ തടാകങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതായത് ജനറൽ അഫയേഴ്സിന്റെ ഒരു ബേസ് നമുക്കുണ്ട്. ഓക്കെ, ജനറൽ അഫയേഴ്സിന്റെ ഒരു ബേസ് നമുക്കുണ്ട്. അതൊന്ന് റെയിൽവേയുടെ രീതിയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ കുറച്ചൊന്ന് പഠിച്ചാൽ മതി. പിന്നെ കറന്റ് അഫയേഴ്സ്, അതൊരു പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. അത് PSC ലെവലിൽ കറന്റ് അഫയേഴ്സ് പഠിച്ചാൽ പോരാ, അത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നിങ്ങൾ കറന്റ് അഫയേഴ്സ് പഠിക്കണം. അതായത് ഓൾ ഇന്ത്യ എക്സാംസ് ഉണ്ടല്ലോ, ഈ SSCയുടെ ഒക്കെ എക്സാം, അപ്പൊ അതിന് ചോദിക്കുന്ന തരത്തിലുള്ള, അല്ലെ ബാങ്ക് എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള കറന്റ് അഫയേഴ്സ്,
ആ ലെവലിൽ വേണം കറണ്ട് അഫയർ പഠിക്കാൻ. അല്ലാതെ കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ പഠിച്ചാൽ പോരാ. കേരള PSCക്ക് പഠിക്കുന്ന പോലെ കറണ്ട് അഫയർ പഠിച്ചാൽ പോരാ. കറണ്ട് അഫയർ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പഠിക്കണം. അപ്പൊ അതാണ് കറണ്ട് അഫയറിനെ പറ്റി പറയാനുള്ളത്. പിന്നീട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു 2 കാര്യങ്ങളിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തരാം എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ എല്ലാം ഉണ്ട്. എന്നാലും നിങ്ങളെ കൊണ്ട് ഫുൾ മാർക്കും മേടിപ്പിക്കാൻ ഞാൻ മെയിനായിട്ട് എഫേർട്ട് ഇടുന്ന 2 കാര്യങ്ങൾ, ഒന്ന് മാത്സിന്റെ 25 മാർക്കും, പിന്നെ അതിനോടൊപ്പം തന്നെ റീസണിങ് അതിന്റെ ഒരു 30 മാർക്ക്. ഈ 2 കാര്യങ്ങളാണ് എന്റെ ഒരു പ്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന് രണ്ടും കൂടെ 55 മാർക്ക് കിട്ടും. 55 മാർക്ക് കിട്ടും. 55 മാർക്ക് കിട്ടും. അപ്പൊ ഇതിനു മുമ്പുള്ള പരീക്ഷകളിലൊക്കെ നിങ്ങൾക്കൊരു 70നും 80നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയാൽ, ഔട്ട് ഓഫ് 100 70നും 80നും ഇടയ്ക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം. 100ൽ 70നും 80നും ഇടയ്ക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടും, ജോലി കിട്ടും. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ റെയിൽവേയിൽ PSC പോലെയല്ല, നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇത് PSCയിലും കൊണ്ടുവരേണ്ട സാധനമാണ്. അതായത് ഒരേ എക്സാമിന് വേണ്ടി വ്യത്യസ്ത സ്റ്റേജുകളിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ എക്സാം നടക്കുന്നതുകൊണ്ട് ഒരേ എക്സാം തന്നെയാണ്. ആ ഒരേ എക്സാമിന് പല സ്റ്റേജുകളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് എക്സാം നടക്കുന്നത് കൊണ്ട് അതൊന്ന് ഏകീകരിക്കാൻ വേണ്ടിയിട്ട്, പല ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കുന്നത്, എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ അല്ലല്ലോ, പല ബാച്ചിനും പല ഷിഫ്റ്റിനും പല ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ഏകീകരിക്കാൻ വേണ്ടി റെയിൽവേ നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഷിഫ്റ്റ് ടഫ് ആണെങ്കിൽ, നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ് ടഫ് ആണെന്ന് വിചാരിക്കാം, നിങ്ങളുടെ കൂട്ടുകാരി എഴുതിയ ഷിഫ്റ്റ് എളുപ്പമാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരിക്ക് 100ൽ 70 എണ്ണം ചെയ്യാൻ പറ്റി. നിങ്ങളുടെ കൂട്ടുകാരിക്ക് 100ൽ 70 എണ്ണം ചെയ്യാൻ പറ്റി. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരിക്ക് 70 മാർക്ക് കിട്ടും. നിങ്ങൾ കയറിയ ഷിഫ്റ്റ് നല്ല ടഫായിരുന്നു, നല്ല പാടായിരുന്നു. നിങ്ങൾക്ക് 100ല് ഒരു 55 എണ്ണമേ ചെയ്യാൻ പറ്റുള്ളൂ. 55 എണ്ണമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കയറിയ ഷിഫ്റ്റ് നല്ല ടഫായിരുന്നു. ആ ഷിഫ്റ്റിൽ എഴുതിയ എല്ലാവർക്കും 100ൽ 55 മേടിക്കാൻ പറ്റുള്ളൂ. കാരണം എക്സാം നല്ല ടഫായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് നിങ്ങളുടെ തെറ്റല്ലല്ലോ. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത ഒരുപോലെയാണ്, പഠിച്ച ഒരുപോലെയാണ്. നിങ്ങളുടെ ഷിഫ്റ്റിന് മാത്രം പാടുള്ള ക്വസ്റ്റ്യനും ബാക്കിയുള്ള ഷിഫ്റ്റിന് എളുപ്പമുള്ള ക്വസ്റ്റ്യനും കിട്ടിയത് നിങ്ങളുടെ തെറ്റല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി റെയിൽവേ നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വെക്കുന്നുണ്ട്. അത് പ്രകാരം ഈ 55 എണ്ണം നിങ്ങൾ ചെയ്തു, 50 എണ്ണം ചെയ്ത് 55ഉം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് 80ന് മുകളിൽ മാർക്ക് കിട്ടും. 80 എബവ് മാർക്ക് കിട്ടും നിങ്ങൾക്ക്. നിങ്ങളുടെ ഷിഫ്റ്റ് ടഫാണെങ്കിൽ നിങ്ങൾ 55 എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 80ന് മുകളിൽ മാർക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ വെച്ച് പറയുകയാണെങ്കിൽ 55 എണ്ണം ചെയ്ത് എനിക്ക് 86 മാർക്കാണ് കിട്ടിയത്. റിയൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ 55 ഞാൻ എഴുതിയ എക്സാമിൽ 55 എണ്ണമാണ്, 100ൽ 55 എണ്ണമാണ് ഞാൻ ചെയ്തത്. എനിക്ക് കിട്ടിയ മാർക്ക് 86 അപ്പൊ അങ്ങനെ ഒരു സംഭവം റെയിൽവേ എക്സാംസിനുണ്ട്. അതായത് പാടുള്ള ഒരു ക്വസ്റ്റ്യൻ, ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സമയം മെനക്കെടുത്തി 30 സെക്കൻഡ് കൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 2.5 മിനിറ്റ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSCയിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങൾ ഇനി 2.5 മിനിറ്റ് അല്ല 5 മിനിറ്റ് എടുത്ത് ചെയ്താലും നിങ്ങൾക്ക് അതിന് 1 മാർക്കേ കിട്ടൂ, ഉത്തരം ശരിയായാൽ. പക്ഷെ റെയിൽവേയിൽ അങ്ങനല്ല. നിങ്ങൾ സമയമെടുത്ത് നല്ല ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പാടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കല്ല കിട്ടുന്നത്, 2 മാർക്ക് കിട്ടും, ചിലപ്പോൾ അതിൽ കൂടുതലും കിട്ടും. അപ്പൊ നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് റെയിൽവേയില് ഫലമുണ്ട്, PSC പോലെയല്ല. അപ്പൊ അതാണ് എക്സാംസിനെ പറ്റി പറയാനുള്ള ഒരു കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 55 മാർക്കാണ്. മാത്സിന്റെ 25 മാർക്കും റീസണിങ്ങിന്റെ 30 മാർക്കും കൂടെ ചേർത്ത് ഈ 55 മാർക്ക് മെയിനായിട്ട് എന്റെ ഒരു എഫേർട്ട്. ബാക്കി ക്ലാസ്സുകളുണ്ട്, ബാക്കി സാറുമാരുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ തരും, ബാക്കിയുള്ള GK GE എല്ലാം തരും. ഈ ഒരു സാധനം മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ 55 മാർക്കും മേടിപ്പിക്കണം, വാങ്ങിപ്പിക്കണം എന്ന് ആണ് എന്റെ ഒരു പ്ലാന്. പിന്നെ മാത്സ് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നില്ല, ഞാനൊന്ന് പറഞ്ഞു പോവാം. മെയിനായിട്ട് മാത്സ് ചോദിക്കുന്നത് നമുക്ക് നമ്പർ സിസ്റ്റം വരുന്നുണ്ട്, പിന്നീട് ബോർഡ് മാസ് വരുന്നുണ്ട്,
പിന്നീട് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് വരുന്നുണ്ട്, LCM HCF വരുന്നുണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വരുന്നുണ്ട്. പിന്നീട് വരുന്നത് പെർസെൻറ്റേജ് വരുന്നുണ്ട്. പിന്നീട് മെൻസുറേഷൻ വരുന്നുണ്ട്, ടൈം ആൻഡ് വർക്ക് വരുന്നുണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നുണ്ട്, ഓൾജിബ്ര വരുന്നുണ്ട്, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി വരുന്നുണ്ട്, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. പിന്നീട് വരുന്നത് സ്ക്വയർസ് ആൻഡ് സ്ക്വയർ റൂട്ട് വരുന്നുണ്ട്. പിന്നീട് കലണ്ടർ ആൻഡ് ക്ലോക്ക് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഇതാണ് സിലബസിലുള്ള മാത്സ്. ഇത് ഇത്രയും നമ്മൾ കവർ ചെയ്യും. ബാക്കി എക്സ്ട്രായും കുറച്ച് നമ്മൾ സമയം ഉണ്ടെങ്കിൽ ചെയ്യും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 5 മാസമാണ് നമ്മുടെ ഒരു പ്ലാനിൽ. ഒരു 5 മാസമായിരിക്കും ഇനി എക്സാമിന് മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിൽ കൂടുതൽ കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം. എന്നാലൊരു മാക്സിമം നമ്മുടെ ഒരു ഇതിൽ ഒരു 5 മാസം ഇനി എക്സാമിന് കാണും. അപ്പൊ 5 മാസം കൊണ്ട് ഈ മാത്സും റീസണിങ്ങും ഫുള്ള് തീരുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞാല്, പിന്നെ എക്സാം പാസ്സാവുന്നതിന് ഒരു മിനിമം പാസ് മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ 100ൽ 30 മേടിച്ചാൽ എല്ലാവരും 30 മേടിക്കുന്നു, നമുക്ക് ജോലി കിട്ടണമെന്നില്ല. മിനിമം ഒരു പാസ് മാർക്ക് അവർ വെച്ചിട്ടുണ്ട്. അത് URന് 40% മാർക്ക് മിനിമം മേടിക്കണം. URന് മിനിമം 40% മാർക്ക് മേടിക്കണം. OBCക്ക് 30%, EWSനും 40% തന്നെ. OBCക്ക് 30% മേടിക്കണം മാർക്ക്. SC/ST കാറ്റഗറിക്കും 30% മാർക്ക് പാസ്സാവാൻ മേടിക്കണം. അപ്പൊ ഇത്രയും മാർക്ക് മേടിച്ചാലേ നമ്മൾ ക്വാളിഫൈ ആവത്തുള്ളൂ എക്സാമിന്. നമുക്ക് ജോലി കിട്ടുന്ന പിന്നെയുള്ള കാര്യം, മിനിമം ഇത്രയും മാർക്ക് മേടിച്ചാലേ നമ്മൾ ക്വാളിഫൈ ആവത്തുള്ളൂ. അപ്പൊ അതാണ് അതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിന്റെ പ്രോസസിനെ പറ്റി പറഞ്ഞില്ലല്ലോ, പ്രോസസിനെ പറ്റി ഒന്നുകൂടെ പറയാം. അപ്പൊ ആദ്യം പറഞ്ഞു CBT ഉണ്ടെന്ന് പറഞ്ഞു, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, CBT ഉണ്ട്. പിന്നീടുള്ളത് PET ആണ്. PET എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ, CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വിളിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതില് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ മെയിലിന് 35 കിലോ ഭാരം തോളിൽ ചുമന്നുകൊണ്ട് 100 മീറ്റർ ഓടിയോ നടക്കുകയോ ചെയ്യാം. 100 മീറ്റർ ഓടിയോ നടക്കുകയോ ചെയ്യാം 2 മിനിറ്റ് കൊണ്ട്. 35 കിലോ ഭാരം താങ്ങിക്കൊണ്ട്, അത് മെയിലിന്റെ കാര്യമാണ്, ആൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. 35 കിലോ ഭാരം താങ്ങിക്കൊണ്ട് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് നടക്കണം. ഇനി ഓട്ടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1000 മീറ്റർ റണ്ണിങ് ഉണ്ട്. 4:15 മിനിറ്റ് കൊണ്ട് 1000 മീറ്റർ ഓടണം. അതാണ് ആൺകുട്ടികളുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ. ഇനി പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞാൽ, ഗേൾസിന്റെ കാര്യം പറഞ്ഞാല്, ഫീമെയിൽസിന്റെ കാര്യം പറഞ്ഞാല് ഇത്രയും പാടില്ല. 35 കിലോ ഒന്നുമില്ല, 20 കിലോ ഭാരം ചുമന്നുകൊണ്ട് 100 മീറ്റർ സഞ്ചരിക്കണം. അവർക്കും സമയം 2 മിനിറ്റ് ആണ്. 2 മിനിറ്റ് സമയമുണ്ട്. 20 കിലോ ഭാരം ചുമന്നുകൊണ്ട് 100 മീറ്റർ സഞ്ചരിക്കണം. ഇനി ഓട്ടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കും 1000 മീറ്റർ തന്നെയാണ്. 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ ആണ് ഓടേണ്ടത്. സമയം 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് ആണ് സമയം. അപ്പൊ ഇതെല്ലാം ഒറ്റ ചാൻസിൽ പാസ്സാവണം. മൾട്ടിപ്പിൾ ചാൻസസ് ഇല്ല, ഒരേ ഒരു ചാൻസിൽ പാസ്സാവണം. അതാണ് ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മറ്റൊരു ഓട്ടം എങ്ങനെയാന്ന് പറഞ്ഞു തരാം. നമുക്ക് വാച്ച് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഷൂവില്, നമ്മൾ ഉപയോഗിക്കുന്ന ഷൂവില് ഒരു ടൈമർ, ഒരു സെൻസർ പോലൊരു സാധനം കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ടൈമിംഗ് എല്ലാം അറിയാൻ പറ്റും. നമ്മളൊരു നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പോവുക. പ്രാക്ടീസ് ചെയ്ത് പോയി ഒരു 4 മിനിറ്റിനുള്ളിൽ ഓടാൻ വേണ്ടി നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോവുക. കാരണം നമുക്ക് അവിടെ സമയം അറിയാൻ പറ്റത്തില്ല, എത്ര മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഓടുന്നതെന്നും അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഷൂവില് ഒരു സെൻസർ പോലൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അങ്ങ് ഓടിയാണ് ചെയ്യുന്നത്. ഓടിക്കഴിഞ്ഞപ്പോ രാവിലെ നമ്മുടെ ഓട്ടം കഴിഞ്ഞാൽ ഒരു 3 മണി 3:30 ഒക്കെ ആകുമ്പോഴത്തേക്ക്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലോട്ടൊരു മെസ്സേജ് വരും. യു ഹാവ് ക്വാളിഫൈഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അന്നേരമേ നമുക്ക് അറിയാൻ പറ്റൂ നമ്മൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്
പാസ്സായോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ അതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ്. പിന്നെ പറയാനാണെങ്കിൽ ഈ പറഞ്ഞത് വലിയ പ്രയാസമൊന്നുമുള്ള സംഭവമൊന്നുമല്ല. ഈ 20 കിലോ ഗേൾസിന് 20 കിലോ വലിയ പാടൊന്നുമുള്ള കാര്യമല്ല, സിമ്പിൾ ആയിട്ട് പോകാവുന്നേ ഉള്ളൂ. അതുപോലെ ബോയ്സിന് ജസ്റ്റ് ഒന്ന് ഒരാഴ്ച ഓടി പഠിച്ചാൽ മതി. ഒരാഴ്ച ഓടി പഠിച്ചു കഴിഞ്ഞാൽ ഈ 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ടൊക്കെ സിമ്പിൾ ആയിട്ട് പറ്റും. അപ്പൊ അതാണ് CBT പിന്നെ PE ടീം എന്ന് പറഞ്ഞത്. CBT ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. പിന്നീട് വരുന്നത് DV ആണ്. 20 കിലോ കമ്പൾസറി ആണ്. 20 കിലോ കമ്പൾസറി ആണ്. അതൊക്കെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കും. കുറയില്ല, 20 കിലോ തന്നെയാണ്. ഓക്കെ. അപ്പം CBT ഉണ്ട്, PET ഉണ്ട്. പിന്നെ വരുന്നത് DV ആണ്. DV എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സകല കാര്യങ്ങളും ഒറിജിനൽ ആണെന്ന് ചെക്ക് ചെയ്യും. അപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ അതും ഓക്കെ ആണെങ്കിൽ നിങ്ങളെ അന്നേരം തന്നെ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് അയക്കുന്നതായിരിക്കും. ME മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് അയക്കുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ ECGയും എക്സ്റേയും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങള്, കണ്ണും മെയിനായിട്ട് കണ്ണാണ് ടെസ്റ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ, പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. കാരണം ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ സിഗ്നൽ പച്ചയും ചുവപ്പും വേർതിരിച്ചറിയാൻ പറ്റണം. പച്ച കണ്ടിട്ട് ചുവപ്പ് കണ്ടിട്ട് പച്ചയായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മതിയല്ലോ വലിയൊരു അപകടം നടക്കാൻ. അപ്പം കണ്ണ് മെയിനായിട്ട് ചെക്ക് ചെയ്യും റെയിൽവേയിൽ. കണ്ണ് കമ്പൾസറി ആണ്. അപ്പൊ പിന്നീട് നമുക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ആണുള്ളത്. അതുകൂടെ കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പ്രോസസ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണ്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ് വരുന്നത്. സ്നെല്ലൻ ചാർട്ട് ഉണ്ട്. സ്നെല്ലൻ ചാർട്ട് ഉണ്ട്. നല്ല ഇതാണ്. നമ്മുടെ കേരള PSCയുടെ മെഡിക്കൽ ടെസ്റ്റ് പോലൊന്നും അല്ല. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് മെഡിക്കൽ ഓക്കെ ആക്കി തരുന്ന പോലല്ല. ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ സ്പെക്സ് അലൗഡ് ആണ്. അത് പലതരത്തിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. നിങ്ങളുടെ കണ്ണിന്റെ വിഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ബെസ്റ്റ് ഐസൈറ്റ് ഉള്ളവർക്കേ ജോലി കിട്ടും അങ്ങനെയില്ല. ഐസൈറ്റിന് കുറെ കാറ്റഗറി ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹൈറ്റ് എങ്ങനെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഹൈറ്റ് ഒരു പ്രശ്നമേ അല്ല. റെയിൽവേ എക്സാമിന് ഒരിടത്തും നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്ന് ആരും ചോദിക്കില്ല. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ആരും ചോദിക്കില്ല. കേരള PSCയിൽ 1 സെന്റിമീറ്റർ കുറഞ്ഞു പോയാൽ കുറ്റം, ചെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് 2 സെന്റിമീറ്റർ കുറഞ്ഞാൽ കുറ്റം, ഇല്ലേ? പല പ്രശ്നങ്ങളാണ്. ഇവിടെ റെയിൽവേ എക്സാമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ആരും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് 7 അടി ഉണ്ടെങ്കിലും അതിൽ 5 അടി ആണെങ്കിലും നിങ്ങൾക്ക് ഒരേ ജോലിയാണ്, ഒരേ ശമ്പളമാണ് കിട്ടുന്നത്. ജസ്റ്റ് എക്സാം മാത്രം. അപ്പൊ അതുകൊണ്ട് ഹൈറ്റും വെയിറ്റും ഒന്നും പ്രശ്നമില്ല. ഇത്രയാണ് നമ്മുടെ പ്രോസസ്സ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, DV, മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പൊ ഇതെല്ലാം ഒരു 2-3 മാസത്തെ ഫിസിക്കല് പാസ് ആകണ്ടേ? ഫിസിക്കല് പാസ് ആകണം. നമ്മൾ കേരള PSCയിൽ 8 ഐറ്റമാണ്. കടുകട്ടിയായിട്ടുള്ള 8 ഐറ്റത്തിൽ 5 ഐറ്റമാണ് കേരള PSCയിൽ വരുന്നത്. ഇത് അത്രയൊന്നുമില്ല. ഇതില് 100 മീറ്റർ നടക്കുക അല്ലെങ്കിൽ ഓടുക എന്ന് പറയുന്നത് ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. 20 കിലോ വെയിറ്റ് വെച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ഒരു ടാസ്കേ അല്ല. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ വേണേ പരീക്ഷിച്ച് നോക്കിക്കോ. 20 കിലോ എന്ന ഒരു ടാസ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടല്ലോ, ചെറിയൊരു ബക്കറ്റ് വെള്ളം, അത് തന്നെ 20 കിലോയിൽ കൂടുതലുണ്ട്. അപ്പൊ അത്രയും വലിയ ആ ബക്കറ്റും വെച്ചോണ്ട് നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 100 മീറ്റർ നടക്കാൻ പറ്റും. അതൊക്കെ സിമ്പിൾ ആയിട്ട് നടക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സംഭവമല്ല. പിന്നെ ഓട്ടം നിങ്ങൾ ഇച്ചിരി ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. വെയിറ്റ് കൊണ്ടുപോകുന്നതൊന്നും വലിയ ടാസ്ക് അല്ല. ഓട്ടം നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് ഓടി പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതാണ്ട് ഒരു 8 മാസം കൊണ്ട് ഈ പറഞ്ഞ പരിപാടികൾ മൊത്തം കഴിയും. അതായത് പരീക്ഷ കഴിഞ്ഞാൽ മാക്സിമം ഒരു വർഷമൊന്നും എടുക്കത്തില്ല. 1 വർഷത്തിന് മുമ്പേ തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടും, നിങ്ങളുടെ വീട്ടിൽ കിട്ടും. മനസ്സിലായില്ലേ? പരീക്ഷ കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിങ്ങളുടെ വീട്ടിൽ കിട്ടും. പിന്നെ വേറൊരു കാര്യം, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് താമസിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എത്രയും നേരത്തെ ജോയിൻ ചെയ്യുന്നോ അത്രയും കൂടുതൽ സീനിയോറിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ താമസിക്കും തോറും നിങ്ങളുടെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് അതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യം.
പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പം ഫിസിക്കൽ എഫിഷ്യൻസി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പറഞ്ഞു, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞു, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പറഞ്ഞു, മെഡിക്കൽ എക്സാമിനേഷൻ പറഞ്ഞു. ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ സ്റ്റാൻഡേർഡുകൾ ഞാൻ പറയാം. ഐ സ്റ്റാൻഡേർഡുകൾ A2 എന്ന് പറഞ്ഞിട്ടൊരു ഐ സ്റ്റാൻഡേർഡ് ഉണ്ട്. A2 കണ്ണിന്റെ, അത് 6/9 ആണ് അവർ ചോദിക്കുന്നത്. 6/9 വിത്തൗട്ട് ഗ്ലാസ് ആണ് 6/9 A2. ഇനി A3 ഉണ്ട്. A3 എന്ന് പറയുമ്പോഴത്തേക്ക് 6/9 ആണ്, അത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. അപ്പൊ A2 6/9 ആണ് ഐസൈറ്റ്. സാർ SSC 1 ടൈം ബേസ്ഡ് ചെയ്തിട്ടില്ല ഞാൻ. ഓക്കെ, SSC അല്ല, ഇത് റെയിൽവേ ആണ്, സെപ്പറേറ്റ് ചെയ്താൽ മതി, SSC ആയിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ഐസൈറ്റിനെ പറ്റി പറയുമ്പോൾ A2 എന്ന് പറയുന്ന ഐ കാറ്റഗറി 6/9 ആണ് വിഷൻ വിത്തൗട്ട് ഗ്ലാസ്. A3 ഉണ്ട് 6/9 വിത്ത് ഗ്ലാസ്. പിന്നെ അത് കഴിഞ്ഞ് B1 വരുന്നുണ്ട്. B1 എന്ന് പറയുമ്പോഴത്തേക്ക് 6/9 ആണ്, അതുപോലെ തന്നെ 6/12. പിന്നെ B2 എന്ന് പറയുമ്പോഴത്തേക്ക് 6/9 6/12 തന്നെ B2. പിന്നീട് വരുന്നത് C1 ആണ്. C1 6/9 6/18 ആണ് C1 വരുന്നത്. പിന്നെ C2 വരുന്നത് 6/12 ആണ്. ഇത്രയാണ് കണ്ണിന്റെ കാറ്റഗറികൾ. അപ്പൊ കാറ്റഗറികളിൽ ഇതില് നിങ്ങൾക്ക് ഏറ്റവും നല്ല കാഴ്ച ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഐസൈറ്റ് ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് മാനായിട്ട് ജോലി കിട്ടൂ. അപ്പൊ ഐസൈറ്റ് ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പോയിന്റ്സ് മാനായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. പോയിന്റ്സ് മാനായിട്ട് ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഐസൈറ്റ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് A2 ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഐസൈറ്റ് A2 ആണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് മാനായിട്ട് കിട്ടും. അപ്പൊ പോയിന്റ്സ് മാനായിട്ട് ജോലി കിട്ടണമെങ്കിൽ A2 ഐസൈറ്റ് മസ്റ്റ് ആണ്. വേറൊരു ജോലിക്ക് A2 മസ്റ്റ് അല്ല. B1 ആണ് നിങ്ങളുടെ ഐസൈറ്റ് എങ്കിൽ, B1 ആണെങ്കിൽ നിങ്ങൾക്ക് സിഗ്നലിൽ ജോലി കിട്ടും, പിന്നെ ലോക്കോ ഷെഡിൽ ജോലി കിട്ടും, പിന്നെ കാരിയേജ് ആൻഡ് വാഗണിൽ ജോലി കിട്ടും, പിന്നെ PWay പെർമനന്റ് വേ അല്ലെങ്കിൽ ട്രാക്ക് എഞ്ചിനീയറിംഗിൽ ജോലി കിട്ടും, ട്രാക്ക് മെയിന്റനർ ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും, TL ആൻഡ് AC നിങ്ങൾക്ക് ജോലി കിട്ടും. പിന്നീട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഐ കാറ്റഗറി B1 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ. ഇനി അതിൽ കുറവല്ല, A2 കുറവായ A3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് മെഷീനിൽ കിട്ടും. നിങ്ങളുടെ ഐസൈറ്റ് അത്ര പെർഫെക്റ്റ് അല്ല, C1 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ പറഞ്ഞിരിക്കുന്ന അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിങ്ങൾക്ക് ജോലി കിട്ടും C1 ആണെങ്കിൽ. അപ്പൊ ഇതാണ് ഐസൈറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാല് പോസ്റ്റ് പ്രിഫറൻസുകളെ പറ്റി പറയാം. ഞാൻ ഓരോ പോസ്റ്റുകളും അതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും പറയാം. നിങ്ങൾ അപ്ലൈ ചെയ്തത് കാണും, ചെയ്യാത്തവർ കാണും. അപ്പൊ അപ്ലൈ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാനുള്ള അവസരം കിട്ടുന്നതായിരിക്കും. ഓരോ തവണ മോഡിഫൈ ചെയ്യുന്നതിനും 250 രൂപ നിങ്ങൾ എക്സ്ട്രാ ഫീ അടയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. ഓരോ തവണ മോഡിഫൈ ചെയ്യുന്നതിനും 250 രൂപ എക്സ്ട്രാ അടച്ചാൽ മതി. കളർ ബ്ലൈൻഡ്നെസ് സീനാണ്. യെസ്, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടില്ല. കളർ ബ്ലൈൻഡ്നെസ് പ്രശ്നമാണ്, അതൊരു പ്രശ്നമാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, ഓരോ പോസ്റ്റുകളും അതിന്റെ സാധ്യതകൾ ഞാൻ പറയാം. ആദ്യമായിട്ട് പറയുന്നത് അസിസ്റ്റന്റ് S&Dയിലെ അസിസ്റ്റന്റ്, അതായത് സിഗ്നൽ ആൻഡ് അത് പറയാം. നമുക്ക് പറയാം. ഞാൻ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ ഇതിലോട്ട് വരുന്നതായിരിക്കും, നിങ്ങളുടെ ഡൗട്ടുകളിലോട്ട് വരുന്നതായിരിക്കും. അപ്പൊ ആദ്യം അസിസ്റ്റന്റ് S&D, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലെ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ജോലിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സിഗ്നലിന്റെ വർക്ക്ഷോപ്പുകളുണ്ട്, പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, അവിടെ എല്ലാം നമുക്ക് ജോലി കിട്ടും. പിന്നെ അത് കൂടാതെ ഓപ്പൺ ലൈൻ, അതായത് നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന ഈ പച്ചയും ചുവപ്പും ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ,
ആ ലൈറ്റിന്റെയൊക്കെ അതിന്റെയൊക്കെ മെയിൻ്റെനൻസ്, അതായത് അതിന് കണക്ഷൻ കൊടുക്കുന്നതും, ഇനി അത് എപ്പോഴെങ്കിലും അത് കത്താതിരുന്നു കഴിഞ്ഞാൽ അത് പോയി ചെക്ക് ചെയ്യേണ്ടതും, എവിടാണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കേണ്ടതും, അങ്ങനെയൊക്കെയുള്ള ജോലികൾ. അതാണ് ഈ S&T. പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് അത് റെയിൽവേ ഫുള്ള് ടെലിഫോൺ കണക്റ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും ടെലിഫോൺ വഴിയാണ്. ഇപ്പൊ ഒരു സ്റ്റേഷനിൽ പിന്നെ വണ്ടി വരുന്നതിന് മുമ്പും അല്ലെ വണ്ടി പോയതിനു ശേഷവും അടുത്ത സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയലും, അല്ലെങ്കിൽ പിന്നെ ഇപ്പം സ്റ്റേഷൻ മാസ്റ്റർ ഗേറ്റിലിരിക്കുന്ന ആളോട്, ഗേറ്റിലിരിക്കുന്ന സ്റ്റാഫിനോട് ഇതുപോലെ വണ്ടി വരുന്നുണ്ട്, ഗേറ്റ് ക്ലോസ് ചെയ്തോളൂ, അല്ലെ വണ്ടി പോയി കഴിഞ്ഞു ഗേറ്റ് ഓപ്പൺ ചെയ്തോളൂ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതെല്ലാം ടെലിഫോൺ വഴിയാണ്. അപ്പൊ ഈ S&Tക്കകത്ത് ഇത് രണ്ടും വരും, ഇങ്ങനെയുള്ള സിഗ്നലും വരും, ടെലികമ്മ്യൂണിക്കേഷൻ വരും. ഇത് രണ്ടും വരുന്നതാണ് S&T എന്ന് പറഞ്ഞൊരു ജോലി. ജോലിയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാല് പൊതുവെ സുഖകരമായ ഒരു ജോലിയാണ്. പിന്നീട് പറയാനുള്ളത് ഇതൊരു 24 hour ജോലിയാണ്. അതായത് സിഗ്നലില് എപ്പോ പ്രശ്നം ഉണ്ടായാലും ഏത് സമയത്ത് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ പോയി ചെക്ക് ചെയ്യേണ്ടതാണ്, അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ പ്രശ്നമൊന്നും വരാറില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിക്ക് സിഗ്നൽ കിട്ടാതായാലും, അതായത് പച്ച കത്തുന്നില്ല, ചുവപ്പ് മാത്രമേ കത്തുന്നുള്ളൂ, സിഗ്നൽ ഇട്ടിട്ടും സിഗ്നൽ വീഴുന്നില്ല, എന്താ കാരണമെന്ന് അറിയത്തില്ല. അപ്പം S&Tയിലെ അസിസ്റ്റന്റും അവിടുത്തെ ടെക്നീഷ്യനും ബാക്കി ഏതെങ്കിലും സ്റ്റാഫ് ഉണ്ട്, അവരാണ് ഇത് പോയി ചെക്ക് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്തിട്ട് സിഗ്നൽ എന്തുകൊണ്ടാണ് പച്ച വീഴാത്തത് എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് S&T സ്റ്റാഫിന്റെ ജോലിയാണ്. അപ്പൊ ഇതൊരു 24 hour ജോലിയാണ്. നോർമലി പകല് മാത്രമേ ജോലി കാണൂ, പക്ഷെ ഏത് എമർജൻസിക്ക് വിളിച്ചാലും പോണം, അങ്ങനെയുള്ളൊരു ജോലിയാണ് S&T. ഇനി രണ്ടാമത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലെ അസിസ്റ്റന്റ്. ആ ഒരു ജോലി എന്ന് പറയുന്നത് പിന്നെ ഒരു അത്യാവശ്യം കായികാധ്വാനമൊക്കെ ഉള്ള ഒരു ജോലിയാണ്, പകൽ സമയത്ത് മാത്രമുള്ള ഒരു ജോലിയാണ്. ഇനി മൂന്നാമത് വരുന്നതെന്ന് പറഞ്ഞാല് ബ്രിഡ്ജ്, അസിസ്റ്റന്റ് ബ്രിഡ്ജ്. അതായത് ട്രെയിൻ പോകുന്ന എല്ലാ പാലങ്ങളും റെയിൽവേയുടെ അണ്ടറിലാണ്. ഓക്കെ, ട്രെയിൻ സഞ്ചരിക്കുന്ന എല്ലാ പാലങ്ങളും റെയിൽവേയുടെ അണ്ടറിലാണ്. അത് ഓവർ ബ്രിഡ്ജ് ആയിക്കോട്ടെ, അണ്ടർ ബ്രിഡ്ജ് ആയിക്കോട്ടെ, ഇതെല്ലാം റെയിൽവേയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ജോലിയാണ് ഈ അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നീട് നാലാമത് വരുന്നത് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ, C&Wയില് അസിസ്റ്റന്റ്. അതും അത്യാവശ്യം കായികാധ്വാനമൊക്കെ ഉള്ള ഒരു ജോലിയാണ്, പകൽ സമയത്ത് മാത്രമുള്ള ഒരു ജോലിയാണ് കൂടുതലും. പിന്നെ അഞ്ചാമത് വരുന്നത് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ട്, ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ട്. ഇലക്ട്രിക് ലോക്കോ ഷെഡും ഉണ്ട്, ഡീസൽ ലോക്കോ ഷെഡും ഉണ്ട്. ഇവിടെ ഈറോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ 2 ഷെഡും ഉണ്ട്, ഇലക്ട്രിക് ലോക്കോ ഷെഡും ഉണ്ട്, ഡീസൽ ലോക്കോ ഷെഡും ഉണ്ട്. അവിടുത്തെ ജോലിയാണ് ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക് ലോക്കോ ഷെഡ്, ഡീസൽ ലോക്കോ ഷെഡ് എന്ന് പറയുന്നത്. കൂടുതലും പകൽ സമയത്തുള്ള ഒരു ജോലിയാണ്. ഷിഫ്റ്റ് ഉണ്ട്, രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് പോവാം, പഞ്ചിങ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു ജോലിയാണ്, വലിയ പണിയൊന്നുമില്ല, അത് കുഴപ്പമില്ലാത്ത ജോലിയാ. പിന്നെ വെയിലൊന്നും കൊള്ളണ്ട, ഷെഡിനകത്തുള്ള ജോലിയില്ലേ, വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ഇത്രയും ജോലികളിൽ ഇതിൽ S&Tക്ക് TA ഉണ്ട്, ട്രാവലിംഗ് അലവൻസ് ഉണ്ട്. ട്രാവൽ അലവൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് S&Tക്ക്. ട്രാവൽ അലവൻസ് ഉണ്ട്, ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഞാൻ പറയാം. അപ്പൊ S&T എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റിൽ ട്രാവൽ അലവൻസ് ഉണ്ട്, TA ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല TA കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4000 തൊട്ട് 7000 വരെയുള്ള ഒരു TA, അതിൽ കൂടുതലും കിട്ടും. അത്രയും നിങ്ങളുടെ ശമ്പളത്തിൽ എക്സ്ട്രാ കിട്ടുന്ന ഒരു ജോലിയാണ് TA ഉള്ള ജോലികൾ. അതെല്ലാ ജോലിയിലും TA ഇല്ല. ഈ പറഞ്ഞ ലോക്കോ ഷെഡിലെ ജോലിക്ക് TA ഇല്ല. കാരണം നിങ്ങൾ എപ്പോഴും ലോക്കോ ഷെഡിൽ തന്നെ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജോലി ആവശ്യത്തിനായിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തോട്ട് പോകുന്നില്ല, നിങ്ങൾ എപ്പോഴും ലോക്കോ ഷെഡിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എന്തില്ല, അവിടെ നിങ്ങൾക്ക് TA ഇല്ല. അപ്പൊ റെയിൽവേയിൽ ഈ പറഞ്ഞ ഇത്രയും അസിസ്റ്റന്റുകളിൽ ചിലതിന് TA ഉണ്ട്, ചിലതിന് TA ഇല്ല. TA ട്രാവലിംഗ് അലവൻസ് ഉള്ള ജോലികൾക്ക് എക്സ്ട്രാ ഒരു 6500 രൂപ, 7500 രൂപയൊക്കെ, 7000 രൂപയൊക്കെ നിങ്ങളുടെ ശമ്പളത്തിൽ എക്സ്ട്രാ കിട്ടും. TA ഉള്ളവർക്ക്, TA ഇല്ലാത്തവർക്ക് അത്രയും കുറച്ചിട്ടായിരിക്കും ശമ്പളം കിട്ടുന്നത്. അപ്പൊ TA ഉള്ള ജോലി വേണോ വേണ്ടോ എന്ന് ആലോചിക്കുക. പിന്നീട് വരുന്ന ജോലികൾ എന്ന് പറഞ്ഞാല്, പിന്നീട് വരുന്നത് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് പറഞ്ഞു, ഡീസൽ പറഞ്ഞു. പിന്നീട് വരുന്നത് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ്, ഇലക്ട്രിക്കല് ഓപ്പറേഷൻ വിങ്ങില് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ജോലി. പിന്നീട് വരുന്നത് അസിസ്റ്റന്റ് PV, അതായത് പെർമനന്റ് വേ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ട്രാക്കിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ നിങ്ങൾ ട്രാക്കിൽ പോയി പണിയെടുക്കണ്ട, അല്ലാതെ
ഉള്ള ജോലിയാണ്. അതാണ് അസിസ്റ്റന്റ് PV എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ 9ാമത് വരുന്നത് അസിസ്റ്റന്റ് TL&AC. TL&AC എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 1,00,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി. അത് 2 ഉണ്ട്. വർക്ക്ഷോപ്പിലും ഉണ്ട്, അല്ലാതെയും ഉണ്ട്. വർക്ക്ഷോപ്പിലുള്ള ജോലിക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും കിട്ടണമെന്നില്ല. അതല്ലാതുള്ള ജോലിയുണ്ട്, ട്രെയിനിൽ പോകുന്നത്, അതിനാണ് ഇത്രയും ശമ്പളം കിട്ടുന്നത്. പിന്നീടുള്ളത് TRD ഉണ്ട്. TRD എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. TRD എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലിയാണ് TRD. ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ TRD എന്ന് പറയും. ഞാൻ ചെയ്യുന്ന ജോലിയാണ്. പവർ സപ്ലൈയും റെയിൽവേയുടെ കറണ്ടും റെയിൽവേ ലൈനും അതിനകത്ത് കൂടെ പോകുന്ന കറണ്ടും അങ്ങനെയൊക്കെയുള്ള ആ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാല് അത്യാവശ്യം TA ഒക്കെ ഉള്ള ജോലിയാണ്. നല്ല TA കിട്ടും. പിന്നെ അതിൻ്റെതായ റിസ്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. TRD എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 25 kV-യുമായി 25 kV-യുമായി സമ്പർക്കം വരുന്ന ജോലിയാണ്. 25 kV ആയിട്ട് സമ്പർക്കം വരുന്ന ജോലിയാണ്. ലൈൻ എല്ലാം ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഉള്ള പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. TRD എന്ന് പറയുമ്പോഴത്തേക്ക് 25 kV-യിലുള്ള വർക്കാണ്. 25 kV ഓഫ് ചെയ്തിട്ടാണ്, അത് എർത്തെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സേഫായിട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജോലിയാണ്. പേടിക്കൊന്നും വേണ്ട 25 kV എന്ന് കേട്ടിട്ട്. ഞാനിപ്പോ 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ അതാണ് TRD എന്ന് പറയുന്ന ഒരു ജോലി. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ട്രാക്ക് മെഷീൻ അസിസ്റ്റന്റ്. ട്രാക്ക് മെഷീനിലെ അസിസ്റ്റന്റ്. ട്രാക്ക് മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് റെയിൽവേയിൽ ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ട്. റെയിൽവേയില് ട്രാക്ക് മാറ്റാനും സ്ലീപ്പർ മാറ്റാനും റെയില് മാറ്റാനും പിന്നെ പാക്കിങ്, ബോക്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. ഇതെല്ലാം ചെയ്യാൻ പണ്ട് മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇതെല്ലാം മെഷീൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ആ മെഷീനിലെ ജോലിയുണ്ട്. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്ന അസിസ്റ്റന്റ് ആയിട്ട് കയറുന്ന ഒരാൾക്ക് ഒരു 50K അടുപ്പിച്ച് 45K to 50K സാലറി കിട്ടും. ചിലപ്പോൾ അതിൽ കൂടുതലും കിട്ടുന്ന ഒരു ജോലിയാണ് ഈ ട്രാക്ക് മെഷീനിലെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജോലി. പിന്നെ അതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ലേഡീസിന് കിട്ടാൻ സാധ്യതയില്ല, ജെന്റ്സിനായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനും അല്ലെ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല സ്റ്റേഷനിലാണ് പോയി നിങ്ങൾ തമ്പടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം കിട്ടും. അല്ലാതെ ജോലിക്കിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനുള്ള ഒരു പ്രയാസമുണ്ട്. പിന്നെ നിങ്ങളുടെ ആഹാരം, വെപ്പും കുടിയെല്ലാം ഈ മെഷീനിൽ തന്നെ ആയിരിക്കും. അല്ലെ നിങ്ങൾ ഒന്നുകിൽ വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മെഷീനിൽ തന്നെ ആഹാരമൊക്കെ വെച്ച് കഴിച്ച് കുടിക്കേണ്ടി വരും. അങ്ങനൊരു ഇത് എല്ലാ മെഷീനിലും ഇല്ല, കുറച്ച് മെഷീൻസിൽ. പിന്നെ നിങ്ങൾക്കൊരു ഹെഡ് ക്വാർട്ടേഴ്സ് കാണും. നിങ്ങൾ അവിടെ ആയിരിക്കത്തില്ല കൂടുതൽ സമയം. ഇപ്പൊ നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉദാഹരണത്തിന് ട്രിവാൻഡ്രം ആണെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങളുടെ മെഷീൻ ചിലപ്പോൾ കൊല്ലത്തായിരിക്കും ജോലി ചെയ്യുന്നത്, ചിലപ്പോൾ പാലക്കാടായിരിക്കും ജോലി ചെയ്യുന്നത്, ചിലപ്പോൾ തൃശ്ശൂരായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ സമയം ഹെഡ് ക്വാർട്ടേഴ്സ് വിട്ട് പുറത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ട്രാവലിംഗ് അലവൻസ് കിട്ടും, TA കിട്ടും. അപ്പൊ ആ നല്ലതുപോലെ TA കിട്ടുന്നതാണ് നിങ്ങളുടെ ശമ്പളം. അതുകൊണ്ട് 45,000-നും 50,000-നും ഇടയ്ക്ക് വരും. പിന്നെ അതൊരു വല്ലാത്ത ജോലിയാണ്. കണ്ടിന്യൂസ് കുറെ ദിവസം കാണും, എന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ലീവൊക്കെ കിട്ടുന്നത്. ഒരു മെഷീൻ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ാണ് പോയി ആ ഒരു 3 മാസം വർക്ക് തീർന്നാൽ മാത്രമേ ഇപ്പോഴോ ബ്രേക്ക് ഉണ്ടോ? ബ്രേക്ക് ഉണ്ടോ? ഓണാക്കി ഓഫ്
ഓക്കെ യെസ് ഇപ്പൊ ഓക്കെ ആയി. ഇപ്പോഴും ബ്രേക്ക് ഓക്കെ ആയില്ലേ? ഓക്കെ അല്ലേ? ബ്രേക്ക് ഉണ്ടോ? ബ്രേക്കോ? ഇപ്പോഴും ബ്രേക്ക് ഉണ്ടോ? ഇപ്പോഴും ബ്രേക്ക് ഉണ്ടോ? ബ്രേക്കില്ല. ചെറുതായിട്ട് ചെറുതായി. ഇപ്പോഴോ ബ്രേക്ക് ഉണ്ടോ? ഓക്കെ ആയില്ലേ? ഓക്കെ ആയില്ലേ? ഓക്കെ യെസ് ഓക്കെ ആയി. ഓക്കെ അപ്പൊ അതാണ് അസിസ്റ്റന്റ് ടിആയി. അപ്പൊ അസിസ്റ്റന്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞൊരു ജോലിയെ പറ്റി ഒരു വലിയ അധ്വാനമുള്ള ജോലിയാണ് ഈ ട്രാൻസ്മിഷനിലെ ജോലി. ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ആവുന്നുണ്ടോ? ഇപ്പോഴോ? ഓക്കെ ആയില്ലേ? ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ ഓക്കെ ആയില്ലേ? യെസ് ഓക്കെ ആയി. യെസ് ഓക്കെ ആയി. യെസ് ഓക്കെ. ഇപ്പൊ ഓക്കെ ഓക്കെ സെറ്റ്. അപ്പം ട്രാക്ക് മെഷീനിലെ ജോലി ബോയ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ട്രാക്ക് മെഷീനിലെ ജോലി കുറച്ച് അലച്ചിലുള്ള ജോലിയാണ്. ചില സ്ഥലങ്ങളിൽ പകലാണ് ജോലി, ചില സ്ഥലങ്ങളിൽ രാത്രിയാണ് ജോലി. സേലം ഡിവിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ പകലാണ് ജോലി. ട്രിവാൻഡ്രം ഡിവിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിലാണ് ട്രാക്ക് മെഷീൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഉറക്കമൊക്കെ പോകും. അപ്പൊ അതാണ് ആ ഒരു ജോലി. പിന്നീട് പറയാനുള്ളത് പോയിന്റ്സ്മാൻ എന്ന് പറഞ്ഞൊരു ജോലിയെ പറ്റിയാണ്. പോയിന്റ്സ്മാൻ ബി എന്നാണ് പറയുന്നത്. പോയിന്റ്സ്മാൻ ബി ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആവണം എന്ന് പ്രിഫർ ചെയ്യുന്ന ഒരു ജോലി, മറ്റേ 1 ലക്ഷം ശമ്പളം കിട്ടുന്ന TL&ACയേക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ജോലി പോയിന്റ്സ്മാൻ ബി ആണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖമുള്ള ജോലിയാണ്. മെയിനായിട്ട് കൊടി കാണിച്ചാൽ മാത്രം മതി. സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പച്ചയും ചുവപ്പും കൊടി കാണിച്ചാൽ മാത്രം മതി. പിന്നെ അത് കൂടാതെ എക്സ്ട്രാ കുറച്ച് ജോലികളൂടെ വരും. അതായത് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ചില സ്റ്റേഷനുകളിൽ അപ്പൊ വണ്ടി റോങ് ലൈനിൽ പോവുകയാണെങ്കിൽ, അതായത് വണ്ടി ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്നതിന് ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന്റെ ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ, അതായത് വണ്ടി ശരി ദിവസേന പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ്സ്മാൻ പോയിട്ട് ആ ട്രാക്ക് ക്ലാമ്പ് ചെയ്ത് വെക്കേണ്ട ഒരു ജോലിയുണ്ട്. അപ്പൊ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഉള്ള 2 സംഭവങ്ങളുണ്ട്. വലിയ വെയിറ്റ് ഇല്ല, എന്നാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഈ 2 സാധനങ്ങൾ എടുത്തിട്ട് പോയിട്ട് അവർ ക്ലാമ്പ് ചെയ്ത് വെച്ചാലേ റോങ് ഡയറക്ഷനിൽ വണ്ടി പോകത്തുള്ളൂ. അപ്പൊ വെറും കൊടി കാണിക്കൽ മാത്രമല്ല പോയിന്റ്സ്മാന്റെ ജോലി, ട്രാക്ക് ക്ലാമ്പ് ചെയ്യുന്ന ജോലിയുണ്ട്. ഇനി പോയിന്റ് മാനുവലായിട്ട് പോയിന്റ് അടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ റൂമിൽ ഇരുന്നിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുകയും അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആവാത്ത പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ പോയിന്റ്സ്മാൻ പോയി ചിലപ്പം അടിക്കേണ്ടി വരും. അപ്പൊ ഇതും പോയിന്റ്സ്മാന്റെ ജോലിയാണ്. പിന്നെ ഇത് കൂടാതെ ഷണ്ടിങ് ഉണ്ട്. ഷണ്ടിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ ലോക്കോ വന്നിട്ട്, ട്രെയിനിന്റെ എഞ്ചിൻ വന്നിട്ട് ബാക്കിയുള്ള ബോഗികളിലോട്ട് ചേരുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, കപ്ലിങ്. ആ ഒരു സംഭവം പോയിന്റ്സ്മാൻ ആണ് പോയിട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ അതിനകത്തൊരു റിസ്ക് ഉണ്ട്. അതിനിടയിൽ പെട്ട് പോവാതെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. ട്രെയിനിന്റെ ഇടയിൽ പെടാതെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പൊ അതും കൂടെ ഉണ്ട്. അതൊക്കെ വലിയ വലിയ സ്റ്റേഷനിലെ ഉള്ളു ഈ പറഞ്ഞ ഷണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ. കൂടുതൽ സ്റ്റേഷനുകളിലും വെറുതെ കൊടി കാണിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അതാണ് പോയിന്റ്സ്മാന്റെ ജോലി. ഇനി ഈ ജോലി പ്രിഫർ ചെയ്യാൻ പറയുന്ന കാര്യം, നിങ്ങൾ പോയിന്റ്സ്മാൻ ബി ആയിട്ട് കയറി ഒരു 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ, ഗാർഡ് അല്ലെങ്കിൽ ട്രെയിൻ മാനേജർ, പിന്നീട് നിങ്ങൾക്ക് വേറെ ഏതാണ്, പിന്നെ
TTE ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ CCTC എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സേലം ഡിവിഷനിലെ കാര്യം ഞാൻ പറയാം. സേലം ഡിവിഷനിൽ പുതിയതായിട്ട് ഒരു പ്രൊമോഷൻ ടെസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ പോയിന്റ്സ്മാൻമാരിൽ നിന്നും പിന്നെ പ്രൊമോഷൻ ടെസ്റ്റ് വിളിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ മാസ്റ്ററുടെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 10 വേക്കൻസിയാണുള്ളത്. 10 വേക്കൻസിയാണ് ഉള്ളത്. ഈ 10 വേക്കൻസിക്ക് വേണ്ടിയിട്ട് എത്ര പേരാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? അതായത് നിങ്ങളുടെ ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. സേലം ഡിവിഷനിൽ പോയിന്റ്സ്മാനായിട്ട് ജോലി ചെയ്യുന്നവരിൽ നിന്നും സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് 10 വേക്കൻസിയിലേക്ക് ആളെ എടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ 10 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേർ കാണും എന്നൊന്ന് ഊഹിക്കാമോ? ഞാൻ തന്നെ പറയാം. 10 വേക്കൻസിക്ക് വേണ്ടി മത്സരിക്കുന്നത് വെറും 100 പേരാണ്. വെറും 100 പേരാണ് ഈ 10 വേക്കൻസിക്ക് വേണ്ടി മത്സരിക്കുന്നത്. അപ്പൊ തന്നെ ഇതിന്റെ ഒരു പ്രൊമോഷൻ സാധ്യത നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പൊ അത്രയേറെ പ്രൊമോഷൻ സാധ്യതകൾ, പ്രൊമോഷൻ ടെസ്റ്റുകൾ അടിക്കടി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ജോലിക്ക് വരുന്ന സമയത്ത് തിരുപ്പൂര് പോയിന്റ്സ്മാനായിട്ട് ജോലി ചെയ്ത ആരും ഇപ്പോൾ പോയിന്റ്സ്മാനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നില്ല. എല്ലാവരും പ്രൊമോഷനായി പോയി, വേറെ ടെസ്റ്റ് എഴുതി പോയി. അപ്പൊ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അത്രയേറെ പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റ് ആണ്. അതാണ് പോയിന്റ്സ്മാനെ പറ്റി പറയാനുള്ളത്. ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ പോയിന്റ്സ്മാൻ വെക്കുക. പിന്നീട് പറയാനുള്ളത് സ്ത്രീകൾക്ക്, വുമൺസിന്, ലേഡീസിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് ആണ് പോയിന്റ്സ്മാൻ. വേറെ ഒന്നും നോക്കണ്ട, ലേഡീസ് പോയിന്റ്സ്മാൻ വെക്കുക. 2 കൊല്ലം ജോലി ചെയ്യുക. ആ 2 കൊല്ലം നല്ലപോലെ പഠിക്കുക. പഠിച്ചിട്ട് ഇതുപോലെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വരും, എഴുതി SM ആയിട്ടോ ഗാർഡായിട്ടോ പോവുക. ഓക്കെ, ഗാർഡായി കഴിഞ്ഞാലും ഇതേപോലെ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ട്രെയിൻ ഗാർഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പോയിന്റ്സ്മാനായിട്ട് കയറിയാൽ ഒരു 30,000 രൂപ ശമ്പളത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഒരു 4 കൊല്ലം കൊണ്ട് 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് നിസ്സാരമായി മാറാവുന്നതാണ്. വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ മാറാവുന്നതാണ്. അപ്പൊ പോയിന്റ്സ്മാൻ ഫസ്റ്റ് ഓപ്ഷൻ വെക്കുക. അത് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം. വീടിനടുത്ത് തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെയും കൂടെ ഒരു ഗുണമുണ്ട്. നമ്മുടെ സ്വന്തം ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇത്രയൊക്കെയാണ്. പിന്നെ ട്രാക്ക് മെയിൻറ്റനർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. നമ്മൾ പറയുന്ന ട്രാക്കിൽ ഉള്ള ജോലി, ട്രാക്ക് മെയിൻറ്റനർ എന്ന് പറഞ്ഞൊരു ജോലിയുണ്ട്. ട്രാക്ക് മെയിൻറ്റനർ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലി മതിയെങ്കിൽ നിങ്ങൾ പ്രിഫറൻസിൽ ഈ ജോലി വെച്ചുകൊള്ളുക. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, എങ്ങനെയെങ്കിലും ഒരു ജോലി, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാക്ക് മെയിൻറ്റനർ നിങ്ങളുടെ പ്രിഫറൻസിൽ വെക്കുക. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇത് വെക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് തരുന്ന ഇതായിരിക്കും. നിങ്ങൾക്ക് അതിനെക്കാട്ടി നല്ല മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ ഓപ്ഷനൊക്കെ വെച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം തരുന്നത് ഈ ട്രാക്ക് മെയിൻറ്റനർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലി മതി എന്നാണെങ്കിൽ നിങ്ങൾ ട്രാക്ക് മെയിൻറ്റനർ നിങ്ങളുടെ പ്രിഫറൻസിൽ വെക്കുക. അതല്ല, കിട്ടുവാണെങ്കിൽ അത്യാവശ്യം സുഖമുള്ള ജോലി തന്നെ മതി എന്നൊരു മൈൻഡ് ആണെങ്കിൽ ട്രാക്ക് മെയിൻറ്റനർ നിങ്ങൾ ഓപ്ഷനിൽ വെക്കാതിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് കിട്ടും ജോലി, എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്നാണെങ്കിൽ ട്രാക്ക് മെയിൻറ്റനർ വെക്കുക. കാരണം നിങ്ങൾക്ക് ജോലി കിട്ടും. ട്രാക്ക് മെയിൻറ്റനർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്ക് മെയിൻറ്ററായിട്ട് ജോലി കിട്ടും. അതല്ല, അത്യാവശ്യം സുഖമുള്ള ജോലി മതി എന്നുണ്ടെങ്കിൽ ട്രാക്ക് മെയിൻറ്റനർ വെക്കാതിരിക്കുക. ട്രാക്ക് മെയിൻറ്റനർ താരതമ്യേന നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ്. അത് ഇങ്ങനെയൊന്നും എല്ലാവരും കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെക്കാതിരിക്കുക. ഇനി അടുത്തായിട്ട് പറയാവുന്നത് സാലറിയെ പറ്റിയാണ്. സാലറിയെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾ എക്സാം കഴിഞ്ഞ് കയറുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ സാലറി ആവും. ഇപ്പോഴത്തെ DA വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ബേസിക്ക് 11,000 രൂപയാണ് നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം. 11,000 രൂപയാണ് അടിസ്ഥാന ശമ്പളം. നിങ്ങളുടെ DA എന്ന് പറയുന്നത് നിലവിൽ 53%. നിങ്ങൾ എക്സാം കഴിഞ്ഞ് പോസ്റ്റിംഗ് ആകുമ്പോഴത്തേക്ക് ഇതൊരു 60% ആയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോഴത്തെ ഒരു 53% വെച്ചിട്ട് 9,540 രൂപ നിങ്ങൾക്ക് DA കിട്ടുന്നതായിരിക്കും. പിന്നീട് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറഞ്ഞിട്ട് DA എന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് ആയിട്ട് 1,000 രൂപയോളം നിങ്ങൾക്ക് കിട്ടും. പിന്നീട് നിങ്ങളുടെ ജോലിയുടെ നേച്ചർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് കിട്ടും. പിന്നെ ഹോളിഡേ അലവൻസ് കിട്ടും. നാഷണൽ ഹോളിഡേ, ഇപ്പൊ ഓണം, ക്രിസ്മസ്, വിഷു അങ്ങനെയുള്ള ദിവസങ്ങളുണ്ട്.
അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നാട്ടിൽ പോകാതെ, ലീവിന് പോകാതെ അവിടെ തന്നെ നിന്ന് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം വർക്ക് ചെയ്യുന്നതിന് എക്സ്ട്രാ ഒരു 400 രൂപയോളം കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അലവൻസ് എക്സ്ട്രാ കിട്ടും. പിന്നീട് HRA ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ്. HRA എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. HRA എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ക്വാർട്ടേഴ്സ് എടുത്തില്ലെങ്കിൽ റെയിൽവേ നിങ്ങൾക്ക് ക്വാർട്ടേഴ്സ് തരും. ചിലയിടത്ത് ക്വാർട്ടേഴ്സ് കിട്ടും, ചിലയിടത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വാർട്ടേഴ്സ് കിട്ടണമെന്നില്ല. അപ്പൊ ക്വാർട്ടേഴ്സ് കിട്ടിയില്ലേ കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ ആ പൈസ കിട്ടും, കിട്ടിയാൽ പൈസ കിട്ടത്തില്ല. നിങ്ങൾ ക്വാർട്ടേഴ്സ് എടുത്തിട്ടില്ല, പുറത്ത് സ്വന്തമായിട്ട് റൂം എടുത്ത് താമസിക്കുകയാണ്, അല്ലെങ്കിൽ ഡെയിലി വീട്ടിൽ പോയി വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് HRA കിട്ടും. HRA എന്ന് പറഞ്ഞാൽ 3600 രൂപയാണ്. കൂടുതൽ സ്ഥലങ്ങളിലും, ചില സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ കുറയും. ചിലയിടത്ത് ചെന്നൈയിലൊക്കെ 5400 രൂപയാണ്. കേരളത്തിലെ കൂടുതൽ സ്ഥലങ്ങളിലും നമുക്ക് 3600 ആയിരിക്കും HRA ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറഞ്ഞാൽ, ഇതിൽ TA ഇല്ല, നോ TA ഇല്ലാതുള്ള സാലറിയാണ്. ട്രാവലിംഗ് അലവൻസ് ഇല്ലാതെയുള്ള സാലറിയാണ് ഞാൻ ഈ പറയുന്നത്. ആ സാലറി എന്ന് പറയുന്നത് ഇൻ ഹാൻഡ്, കയ്യിൽ കിട്ടുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത്, പിന്നെ നോർമൽ എംപ്ലോയിക്ക് 32,140 കൈ കിട്ടും. അതിൽ നിന്ന് നിങ്ങളുടെ പെൻഷൻ, NPS പെൻഷന്റെ ഒരു 2,754 രൂപ നിങ്ങൾക്ക് പിടുത്തം വരും. പോയിട്ട് ബാക്കി 29,386 രൂപ നിങ്ങൾക്ക് തുടക്കത്തിൽ കൈ കിട്ടും. ഇതിൽ കൂടുതൽ കിട്ടും, ഇതൊരു റൗണ്ട് ഫിഗർ ആണ്, ഇത്രയും കൈ കിട്ടും. അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് TA ഇല്ല, നോ TA ഇല്ല. TA ഇല്ലാതെയുള്ള ശമ്പളമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ ശമ്പളമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞാല്, ട്രാക്ക് മെയിൻ്റനർമാർക്ക്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ട്രാക്ക് മെയിൻ്റനർമാർക്ക്, ട്രാക്കിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രം റിസ്ക് അലവൻസ് എന്ന് പറഞ്ഞൊരു അലവൻസ് ഉണ്ട്. അതൊരു 3000 രൂപയാണ്. അപ്പൊ ആ റിസ്ക് അലവൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ട്രാക്കില് പണിയെടുക്കുന്ന ഒരാൾക്ക് റിസ്ക് അലവൻസ് കൂടെ ചേർത്തിട്ട് കിട്ടുന്ന ശമ്പളം, 3000 കൂടെ ചേർത്തിട്ട് കിട്ടുന്ന ശമ്പളം 32,386 രൂപയാണ്. 32,386. ഇനി ഇതേ കാര്യം തന്നെ, ഇതേ ആൾക്ക് തന്നെ എഞ്ചിനീയറിംഗിലുള്ള ഒരാൾക്ക് TA കൂടെ കിട്ടിയാൽ, TA 7000 രൂപ അല്ല അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും TA കിട്ടും. ഞാനൊരു ഏറ്റവും കുറഞ്ഞ TA ഒരു 3000 രൂപ കൂട്ടിയാൽ തന്നെ, പ്ലസ് ഒരു 3000 കൂട്ടിയാൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്ന ഒരാൾക്ക്, ട്രാക്കിൽ പണിയെടുക്കുന്ന ഒരാൾക്ക് 35,386 രൂപ തുടക്കത്തില് ശമ്പളം കിട്ടും. HRA അടക്കമാണ്, ഹൗസ് റെന്റ് അലവൻസ് അടക്കം 35,386 രൂപ ശമ്പളം കിട്ടും. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ 29,386ന്റെ കൂടെ ഒരു 4000 രൂപ TA കൂടെ കിട്ടിയാൽ, ഏകദേശം ഒരു 33,386. ഇതൊരു റൗണ്ട് ഫിഗർ ആണ്, ഇതിൽ കൂടുതൽ കിട്ടും. ഏതാണ്ട് ഒരു 34,000 ഒക്കെ അടുപ്പിച്ച് കിട്ടും. HRA കൂടെ ചേർത്തിട്ട്, ഹൗസ് റെന്റ് അലവൻസ് കൂടെ ചേർത്തിട്ട് ഏതാണ്ട് ഒരു 34,000 രൂപ മിനിമം നിങ്ങൾക്ക് ആദ്യത്തെ തവണ ശമ്പളമായിട്ട് കിട്ടും. ഇനി ആ ശമ്പളം എല്ലാ മാസവും 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി വരും, 1-ാം തീയതി ആവത്തില്ല. ഈ 6 വർഷത്തെ സർവീസിനിടയ്ക്ക് ഏതാണ്ട് ഏപ്രിൽ മാസം മാത്രമാണ് നമുക്ക് 1-ാം തീയതി, അതായത് സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഏപ്രിൽ മാസം മാത്രമാണ് ഈ 2-ാം തീയതി 3-ാം തീയതി ആവുന്ന ശമ്പളം കിട്ടാൻ. ബാക്കി എല്ലാ മാസവും 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി നമുക്ക് ശമ്പളം വരും. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നീട് ജോലിയെ പറ്റിയുള്ള ആനുകൂല്യങ്ങൾ പറയാനാണെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് എല്ലാ വർഷവും ദീപാവലിക്ക് ബോണസ് ഉണ്ട്. ബോണസ് ഒരു 18,000 രൂപ. അതായത് ലെവൽ 1 തൊട്ട് ലെവൽ 7 വരെയുള്ള സ്റ്റാഫിന്, അതായത് ഒരു സാധാരണ അസിസ്റ്റന്റ് തൊട്ട് മേളിൽ പോയിട്ട് ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരു ഹെഡ് ഉണ്ട്, അവരെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എന്നാണ് പറയുന്നത്, SSC എന്നാണ് പറയുന്നത്. അപ്പൊ ലെവൽ 1 തൊട്ട് SSC ലെവൽ 7 ആണ്. ഒരു ഗ്രൂപ്പ് ഡി സ്റ്റാഫ് ലെവൽ 1-ഉം SSC ലെവൽ 7 ആണ്. അപ്പൊ ലെവൽ 1 തൊട്ട് ലെവൽ 7 വരെയുള്ള സ്റ്റാഫിന് 18,000 രൂപ ബോണസ് കിട്ടുന്നതാണ് എല്ലാ വർഷവും. അത് പഴയ ഒരു കണക്ക് വെച്ചിട്ടാണ്, പണ്ടത്തെ ശമ്പള സ്കെയിൽ വെച്ചിട്ടാണ് ഈ 18,000. ഇനിയിപ്പോ അടുത്ത ശമ്പള കമ്മീഷൻ വരുമ്പോഴത്തേക്ക് ഈ ശമ്പള സ്കെയിലിന് ആനുപാതികമായിട്ട് ബോണസ് തരാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിലും കൂടും. ഇപ്പോഴത്തെ ഏറ്റവും കുറഞ്ഞ ശമ്പള സ്കെയിൽ വെച്ചിട്ട്, പഴയ ശമ്പള സ്കെയിൽ വെച്ചിട്ട് തരുന്ന ബോണസ് ആണ് 18,000. പിന്നെ എല്ലാ വർഷവും യൂണിഫോം മേടിക്കാനായിട്ട് യൂണിഫോം അലവൻസ് ഉണ്ട്. യൂണിഫോം അലവൻസ് 5,000 രൂപ. എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ യൂണിഫോം അലവൻസ് എന്ന് പറഞ്ഞിട്ട് 5,000 രൂപയും, ഒക്ടോബർ മാസത്തിൽ ദീപാവലിക്ക് ബോണസ് എന്ന് പറഞ്ഞിട്ട് 18,000 രൂപയും റെയിൽവേ നമുക്ക് തരുന്നതാണ്. പിന്നെ അതുകൂടാതെ എല്ലാ ജനുവരിയിലും ജൂലൈയിലും
എല്ലാ ജനുവരിയിലും ജൂലൈയിലും ഡി എ കൂട്ടുന്നതാണ്. ഡി എ ഡ്രൗട്ട് അലവൻസ്, ക്ഷാമബത്ത ഒരു 3% അല്ലെങ്കിൽ 4% വെച്ചിട്ട് ക്ഷാമബത്ത ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ 53 നിലവില്, ഇനി ജൂലൈ ആകുമ്പോൾ 57 ആവും, പിന്നെ 61 അങ്ങനെ ഇത് ഇങ്ങനെ കൂട്ടിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഒരു നല്ലൊരു ബെനിഫിറ്റ് ആണ്. അതായത് ഓരോ തവണ ഡി എ കൂടുമ്പോഴും നമുക്ക് ഏതാണ്ട് ഒരു 500 രൂപ 600 രൂപ കൂടുതൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഓരോ വർഷം നിങ്ങൾക്ക് ഈ 18,000 രൂപയിലായിരിക്കും നിങ്ങൾ കയറുന്നത്. നിങ്ങൾക്ക് ഓരോ വർഷം 600 രൂപ വെച്ചിട്ട് ശമ്പളത്തിൽ ഇൻക്രിമെന്റ് വരുന്നതായിരിക്കും. ഓരോ വർഷം 600 രൂപ വെച്ചിട്ട് ഇൻക്രിമെന്റ് വരുന്നതായിരിക്കും. അതായത് 600 എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ശമ്പളത്തിൽ ഈ ഡി എയും കൂടെ ചേർത്തിട്ട് ഏതാണ്ട് ഓരോ വർഷം കൂടുന്തോറും ഒരു 1000 രൂപയെ കൂടുതൽ, 1000 ഒന്നും അല്ല, HR കൂടെ ചേർത്താണെങ്കിൽ ഒരു 12,000 രൂപയുടെ ഇൻക്രിമെന്റ് നിങ്ങൾക്ക് ഓരോ വർഷവും വരുന്നതായിരിക്കും. അപ്പൊ അതാണ് പിന്നെ ശമ്പളത്തെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഒരു തുടക്കക്കാരന് ഒരു 34,000 രൂപ റെയിൽവേയിൽ ശമ്പളം കിട്ടും മിനിമം, കോട്ടസിന്റെ പൈസ കൂടെ ചേർത്തിട്ട്. മാക്സിമം ഞാൻ പറഞ്ഞല്ലോ 1,00,000 രൂപ വരെ കിട്ടും. മാക്സിമം 1,00,000 ഒന്നും അല്ല, ഇതിൽ കൂടുതലും കിട്ടും. ഇപ്പൊ ട്രിവാൻഡ്രം ഡിവിഷനിൽ ACS ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് 1,00,000 രൂപ ശമ്പളം കിട്ടും. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നീട് ബാക്കി പറയാനുള്ള പാസിനെ പറ്റിയാണ്. പാസ് നമുക്ക് ആദ്യത്തെ ഒരു വർഷം 3 പാസ് ആണുള്ളത്. സോറി, ഒരു പാസ് ആണുള്ളത്. ഒരു പാസ് തേർഡ് AC പാസ്, ഒരു തേർഡ് AC പാസ് ആണുള്ളത്. അത് നിങ്ങൾക്ക് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നിങ്ങൾക്ക് വീട്ടില് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്കും കിട്ടും, അമ്മയ്ക്കും കിട്ടും. ഇനി നിങ്ങൾ കല്യാണം കഴിച്ചു, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, നിങ്ങൾക്ക് അമ്മയും ഉണ്ട്, അച്ഛനില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വൈഫിനും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഇത്രയും പേർക്ക് ആ പാസിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത്രയും പേർക്ക് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ തുടക്കത്തിൽ വർഷത്തിൽ ഒരു തവണ ഫ്രീ ആയിട്ട് തേർഡ് AC യാത്ര ചെയ്യുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. 5 വർഷം ആകുമ്പോൾ ഈ ഒരു പാസ് കിട്ടിക്കൊണ്ടിരുന്നത് 3 പാസ് ആവും, ഒരു AC പാസും 2 സ്ലീപ്പർ പാസ്. ഇതാണ് മൊത്തത്തിൽ ഫ്രീ ആയിട്ടുള്ള പാസ്. പിന്നീട് അതല്ലാതെ 1/3 പൈസ കൊടുക്കുന്ന ഒരു പാസ് ഉണ്ട്. അതായത് 300 രൂപ ടിക്കറ്റിന് 100 രൂപ കൊടുത്താൽ മതി, 3000 രൂപ ടിക്കറ്റിന് 1000 രൂപ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു പാസ് ഉണ്ട്. അപ്പൊ ആ പാസ് എന്ന് പറയുന്നത് PTO എന്ന് പറയും, പെർമനന്റ് ടിക്കറ്റ് ഓർഡർ. അതെന്ന് പറയുന്നത് 8 എണ്ണം കിട്ടും ഒരു വർഷം, 8 നമ്പേഴ്സ് ഒരു വർഷം 8 എണ്ണം കിട്ടും. അതായത് ഒരു വർഷത്തിൽ 8 തവണ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ 1/3 പൈസ കൊടുത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അതാണ് പാസ് ബെനിഫിറ്റ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാല്, നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന ഡിവിഷനിൽ എവിടെ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാം. നിങ്ങൾക്കൊരു ഡ്യൂട്ടി പാസ് ഉണ്ടായിരിക്കും. ഡ്യൂട്ടി പാസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡ്യൂട്ടി കാർഡ് പാസ് എന്നാ ശരിക്കും പറയുന്നത്. ഡ്യൂട്ടി കാർഡ് പാസ് DCP എന്ന് പറയും. അപ്പൊ ഈ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന ഡിവിഷൻ, ആ ഡിവിഷന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര ദൂരം, അതായത് ഇപ്പൊ ട്രിവാൻഡ്രം ഡിവിഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കന്യാകുമാരി മുതൽ തൃശ്ശൂർ വരെ ഡ്യൂട്ടി സംബന്ധമായി എത്ര തവണ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാവുന്നതാണ് ഈ പാസ് ഉപയോഗിച്ചിട്ട്. ഒരു തവണ പോലും നിങ്ങൾ പൈസ പേ ചെയ്യേണ്ട കാര്യമില്ല. ഈ പാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വേണമെങ്കിലും പോവാം. ഈ പാസ് വെറുതെ കാണിച്ചിട്ടും പോവാം, ഈ പാസ് വെച്ച് ബുക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് പോവാം. അതാണ് അതിന്റെ ഒരു ഓപ്ഷൻ. പിന്നീട് നിങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞ AC പാസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വന്ദേ ഭാരതിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ആ AC പാസിൽ നമുക്ക് കുറച്ച് നമ്പറൊക്കെ ഉണ്ട്. ആ നമ്പർ അടിച്ചു കൊടുത്ത് വന്ദേ ഭാരത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എമൗണ്ട് 0 കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് വന്ദേ ഭാരത് ട്രെയിനിലും നമ്മുടെ പാസ് വെച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒരാൾക്കല്ല, നമ്മൾക്കും നമ്മുടെ ഫാമിലിക്കും, കല്യാണം കഴിച്ച ഒരാൾക്ക് ആ ഫാമിലിയിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്കും ഈ ആനുകൂല്യം കിട്ടും. പിന്നീട് ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫെസിലിറ്റിയാണ്. മെഡിക്കൽ കാർഡ്, നമുക്ക് UMID കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ട്. UMID കാർഡ്, യുണീക്ക് മെഡിക്കൽ ഐഡന്റിഫിക്കേഷൻ. UMID കാർഡ്, യുണീക്ക് മെഡിക്കൽ ഐഡന്റിഫിക്കേഷൻ. ID എന്ന് പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ ആണ്, യുണീക്ക് മെഡിക്കൽ ഐഡന്റിഫിക്കേഷൻ കാർഡ്. അപ്പൊ UMID കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ഉണ്ട്. അപ്പൊ ആ കാർഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിക്കും സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട്. എല്ലാ ഹോസ്പിറ്റൽസും പറ്റത്തില്ല. റെയിൽവേ എംപാനൽഡ് ആയിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ വലിയ വലിയ ആശുപത്രികൾ വരുന്നുണ്ട്. തിരുവനന്തപുരം RCC വരുന്നുണ്ട്, കിംസ് വരുന്നുണ്ട്, വലിയ വലിയ ആശുപത്രികളൊക്കെ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഏതാണ്ട് ഒരു 3-4 ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ NS ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തും അവിടുത്തെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട്.
ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ AKG ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. കോഴിക്കോടാണോ കണ്ണൂരാണോ AKG? കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. കോഴിക്കോടോ കണ്ണൂർ, ഇതിൽ കോഴിക്കോടാണെന്ന് തോന്നില്ലേ AKG ഹോസ്പിറ്റൽ. അപ്പൊ അവിടുത്തെ ചികിത്സ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആശുപത്രികളിൽ സൗജന്യ ചികിത്സ, 6 ദിവസം വരെ കിടത്തിയുള്ള ചികിത്സ, അഡ്മിറ്റ് ആയിട്ടുള്ള ചികിത്സ. അഡ്മിറ്റ് ആവാതെ കിട്ടത്തില്ല. 6 ദിവസം വരെ അഡ്മിറ്റ് ആയിട്ടുള്ള ചികിത്സ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും കിട്ടുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസം. കണ്ണൂർ, യെസ് കണ്ണൂരാണ്, AKG ഹോസ്പിറ്റൽ കണ്ണൂരാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ചികിത്സ കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് റെയിൽവേ മെഡിക്കൽ ID കാർഡിന്റെ ഗുണങ്ങൾ. എക്സാമ്പിൾ ഇപ്പൊ ഞാൻ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൈൽസിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തിന് മുമ്പ് പൈൽസിന്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് 1 മാസം ലീവ് എടുത്തു. ആ ലീവ് എടുത്ത് പോയ സമയത്ത് ഇതുപോലെ എന്നോട് പറഞ്ഞു ഏതാണ്ട് നോർമൽ സർജറിക്ക് 30,000 രൂപയ്ക്ക് മേളിൽ ചെലവ് വരും. നോർമൽ സർജറി ആണെങ്കിൽ ഞാൻ 1 രൂപ പോലും പേ ചെയ്യണ്ട, 1 രൂപ പോലും ഞാൻ അടയ്ക്കണ്ട. പിന്നെ വേറൊരു സർജറി, ലേസർ സർജറി ഉണ്ട്. ലേസർ ആണെങ്കിൽ ഏതാണ്ട് 75,000 അത്രയാവും, 75,000 ആവും. നോർമൽ ആണെങ്കിൽ 1 രൂപ പോലും പേ ചെയ്യണ്ടായിരുന്നു. ഞാൻ നോർമൽ അല്ല, ലേസർ ആണ് ചെയ്തത്. പക്ഷെ നോർമൽ സർജറിക്ക് 1 രൂപ പോലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ അഡ്മിറ്റ് ആയി ആ 1-2 ദിവസത്തേക്കുള്ള അതുവരെ ഞാൻ വാങ്ങിയ ഒരു മരുന്നിന്റെ പോലും പൈസ അതുവരെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഫാർമസി പോയി പറഞ്ഞാൽ മതിയായിരുന്നു. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിരുന്നു. ഓപ്പറേഷന്റെ അന്ന് രാവിലെ എന്നെ ഒന്നുകൂടി വിളിച്ചിട്ട് ഒന്നുകൂടി ചോദിച്ചു, നിങ്ങൾ നോർമൽ ആണോ ലേസർ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ലേസർ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എനിക്ക് ബില്ല് വന്നത്. അതുവരെ 1 പോലും ഞാൻ കൊടുത്തില്ല. എനിക്ക് എല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് റെയിൽവേ മെഡിക്കൽ കാർഡ് വെച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെയാണ് മെഡിക്കൽ കാർഡിന്റെ ഫെസിലിറ്റീസ്. പിന്നെ അടുത്ത പറഞ്ഞു കഴിഞ്ഞാല് ചൈൽഡ് ഏത് ഹോസ്പിറ്റലാണ് ഞാനിപ്പോ പറയുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൊക്കേഷൻ നിങ്ങൾ ട്രാക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഏത് ഹോസ്പിറ്റലാന്ന് പറയുന്നില്ല. അഖിൽ സാർ ദയവ് ചെയ്ത് പറയരുത്, അഖിൽ സാറിന് അറിയാതല്ല. അപ്പൊ അഖിൽ സാറ് പറയരുത്. കേരള PSC ഇങ്ങനെ കിട്ടില്ല. യെസ്, കേരള PSC ഇങ്ങനെ കിട്ടില്ല. യെസ്, ശരിയാണ്, കേരള PSC ഇങ്ങനെ കിട്ടില്ല. കേരള PSC ഇങ്ങനെ കിട്ടില്ലെന്ന് മാത്രമല്ല, കേരള PSCയുടെ മെഡിസപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് എല്ലാ മാസവും 500 രൂപ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കട്ടാവും. ആ 500 രൂപ പിടിച്ചിട്ടാണ് കേരള PSCയിൽ ബെനിഫിറ്റ് തരുന്നത് മെഡിസപ്പിന്. റെയിൽവേ അങ്ങനല്ല. പിന്നെ ഇതേപോലെ 1 പോലും പിടിക്കത്തില്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജോലി കിട്ടുമ്പോൾ തന്നെ നമുക്കുള്ള ബെനിഫിറ്റ്സ് ആണ് ഈ പറഞ്ഞതല്ല. ഇപ്പൊ ജോയിൻ ആയതേ ഉള്ളൂ. ഫിസിക്കൽ ഓട്ടോ ഒക്കെ ഉണ്ടോ? ഇഫ് സാർ വണ്ടൗട്ട് ഇപ്പോ ജോയിൻ ആയതേ ഉള്ളൂ. ഫിസിക്കൽ ഓട്ടോ ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീഡിയോ ക്ലാസ് നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, അറിയാൻ പറ്റും. അപ്പൊ ഞാൻ അലവൻസിനെ പറ്റി പറഞ്ഞുകൊണ്ട് വരിക. അടുത്തായിട്ട് ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്. എഡ്യൂക്കേഷൻ അലവൻസ് അതായത് 2 കുട്ടികൾക്ക്, നിങ്ങളുടെ 2 മക്കൾക്ക് 2 മക്കൾക്ക് LKG മുതൽ +2 വരെ ആണ് എന്റെ അറിവിൽ. അതിൽ എനിക്ക് പരിചയത്തിലുള്ളവരുടെ മക്കള് LKG തൊട്ട് +2 വരെ പഠിച്ചവരേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിനപ്പുറം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കിട്ടുമായിരിക്കാം. എന്റെ അറിവിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഒരു ഇത് വെച്ചിട്ട് LKG മുതൽ +2 വരെയുള്ള മക്കൾക്ക് പഠിക്കാൻ, 2 കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് 33,000 വെച്ചിട്ട് 2 കുട്ടികൾക്ക്, അങ്ങനെ എത്ര ടോട്ടൽ 33,000 ഗുണം 2 66,000 രൂപ എല്ലാ വർഷവും നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ 66,000 രൂപ കിട്ടാൻ നിങ്ങൾ വലുതായിട്ട് പണിപ്പെടണ്ടയോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഇത് മാത്രം മേടിച്ച് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്താൽ മതി. ഒരു ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല, ഒന്നുമില്ല. അടുത്ത മാസം ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അപ്പൊ എന്തൊക്കെയാ വരുന്നത്? 18,000 രൂപ ബോണസ്, 5,000 രൂപ ഡ്രസ് അലവൻസ്, പിന്നെ അത് കൂടാതെ കുട്ടികളുണ്ടെങ്കിൽ 33,000 ഗുണം 2 66,000 രൂപ എന്ത് ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസും വരും. ഇത്രയും നമുക്ക് പൈസ എക്സ്ട്രാ കിട്ടുന്നതാണ്. പിന്നെ റെയിൽവേയുടെ സൊസൈറ്റി ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ലോണ് കിട്ടും. നമ്മുടെ സാലറിയുടെ ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ലോണൊക്കെ കിട്ടും. പിന്നെ പലിശ കൂടുതലാണ്. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാല് നമുക്ക് എന്തില്ല, നമുക്ക് നമ്മുടെ വസ്തു ഒന്നും കൊണ്ട് ഈട് വെക്കണ്ട. വസ്തുവോ ഗോൾഡോ ഒന്നും ഈട് വെക്കാതെ ജസ്റ്റ് നമ്മുടെ സാലറി മാത്രം വെച്ചിട്ട് റെയിൽവേയുടെ സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് ലോണൊക്കെ കിട്ടും. എത്ര വർഷം വേണമെങ്കിലും ലോൺ കിട്ടും. പിന്നെ ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷം നമുക്ക് അതിന്റെ ഡിവിഡൻഡ് ഒക്കെ കിട്ടും. പക്ഷെ അതിന് പലിശ കൂടുതല, ഇച്ചിരി പലിശ കൂടുതല. അപ്പൊ അത് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പിന്നീട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് HBA എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. HBA
HBA. HBA എന്ന് പറഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് അലവൻസ് ആണ്. HBA എന്ന് പറഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് അലവൻസ് ആണ്. അതായത് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനും, അല്ലെങ്കിൽ വീട് വെക്കാനും, സ്ഥലം ഉള്ളവർക്ക് വീട് വെക്കാനും, അല്ലെങ്കിൽ ഓൾറെഡി വീട് വെച്ചവർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനും, ആ ലോൺ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ആയിട്ട് റെയിൽവേ HBA എന്ന് പറഞ്ഞൊരു സാധനം തരുന്നുണ്ട്, ഹൗസ് ബിൽഡിംഗ് അലവൻസ്. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം 25 ലക്ഷം വരെ കിട്ടും. 25 ലക്ഷം വരെ മാക്സിമം നമുക്ക് കിട്ടും. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7.44% ആണ്. ഇതിലും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ആരെങ്കിലും ലോൺ തരുമോ? ഇതിലും ചെറിയ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ലോൺ കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ 7.44 ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് റെയിൽവേ നിങ്ങൾക്ക് ലോണ് തരും. അപ്പൊ അത് ഒരു ഫണ്ടുണ്ട്, ഒരു ഡിവിഷൻ ഒരു ഫണ്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടത്തില്ല, അതിൽ കുറച്ച് പേർക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് പേരെ ഉള്ളെങ്കിൽ ആ കുറച്ച് പേർക്ക് കിട്ടും. ഒരു ഡിവിഷനുള്ള എല്ലാവരും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പം ഇങ്ങനൊരു ഫെസിലിറ്റിയും ഉണ്ട്. ഇതൊക്കെയാണ് അപ്പൊ റെയിൽവേയുടെ ആനുകൂല്യങ്ങള്. പിന്നെ നിങ്ങൾ തുടക്കത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ 3rd AC പാസ്. നിങ്ങളുടെ സർവീസ് പോകെ പോകെ നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ ആയി നിങ്ങൾ ലെവൽ 1 നിന്നും ഒരു ലെവൽ 4, ലെവൽ 5, ലെവൽ 6 ഒക്കെ ആയി കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾക്ക് 3rd AC പാസ് അല്ല, ഫസ്റ്റ് AC പാസ് ആണ്. ഫസ്റ്റ് AC പാസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഫസ്റ്റ് AC പാസിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് AC എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. ഫസ്റ്റ് AC എന്ന് പറഞ്ഞാൽ ഒരു കൂപ്പയിൽ 2 പേര് മാത്രമേ കാണത്തുള്ളൂ. 3rd AC എന്ന് പറഞ്ഞാൽ ഒരു കൂപ്പയിൽ 6 പേര് കാണും. ഇടത്തെ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ 3 പേര്, റൈറ്റ് സൈഡിൽ 3 പേര്, അങ്ങനെ 6 പേരുള്ളതാണ് 3rd AC. ഇനി സെക്കൻഡ് AC എന്ന് പറയുമ്പോഴത്തേക്ക് 4 പേരെ കാണത്തുള്ളൂ. ഇടത്തെ സൈഡിൽ 2 പേരും, വലത്തെ സൈഡിൽ 2 പേര്, അങ്ങനെ 4 പേരായിരിക്കും. ഫസ്റ്റ് AC-യിൽ 2 പേര് മാത്രമേ കാണത്തുള്ളൂ. ഫസ്റ്റ് AC-യിൽ 2 പേര് മാത്രമുള്ള അതിവിശാലമായ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ഫസ്റ്റ് AC. നിങ്ങളൊരു ലെവൽ 5ഓ ലെവൽ 6ഓ ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് AC പാസ് കിട്ടും. അതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ, എക്സാമ്പിള്, നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഡൽഹി വരെ പോവാൻ ഫസ്റ്റ് AC ടിക്കറ്റിന്റെ വില 6405 രൂപയാണ്. ഒരു ടിക്കറ്റിന്റെ വില വൺ സൈഡ്. ഇത് തിരിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്ക് 12,810, 12,810. ഇതാണ് ഒരു തവണ നിങ്ങൾ ഡൽഹി പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ഫസ്റ്റ് AC-യിലുള്ള ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഈ ഒരു സാധനം ഫ്രീ ആയിരിക്കും. നിങ്ങൾ എന്തായി കഴിഞ്ഞാൽ ലെവൽ 5ഓ ലെവൽ 6ഓ ആയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ 2 കുട്ടികളോ ആരോ ആയിക്കട്ടെ, അപ്പൊ ഇൻറ്റു 4 ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്ട് 0.4, 1, 4, 4, 4, 32, ഇഷ്ടം 3, 4, 2, 8, 3, 11, 1, ഇഷ്ടം 1, 1, 4, 4, 5, ഏതാണ്ട് 51,000 രൂപയുടെ ടിക്കറ്റ് ആണ്. അത്രയും ചാർജാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്നത് ഒരു വർഷം. മനസ്സിലായല്ലേ? അപ്പൊ ഇത് റെയിൽവേയിൽ മാത്രമുള്ള ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് റെയിൽവേയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിനെ പറ്റി പറഞ്ഞാല്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും പ്രൊമോഷന് വേണ്ടിയിട്ട് ടെസ്റ്റ് വിളിക്കും. അതിലൊന്ന് LDC ആണ്. LDCE എന്ന് പറഞ്ഞാല് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞാല് ആ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ഈ LDC. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോയിന്റ്സ്മാൻ ആയിട്ടുള്ള ഒരാള് SM ആവാൻ വേണ്ടി എഴുതുന്ന ടെസ്റ്റ്, അത് LDC ആണ്. ഇതിന്റെ പ്രത്യേകത, ഇത് പോയിന്റ്സ്മാൻമാരിൽ നിന്ന് മാത്രമാണ് വിളിക്കുന്നത്. പോയിന്റ്സ്മാൻമാർക്ക് മാത്രമേ ഈ LDC എന്ന് പറയുന്ന ഒരു സംഭവം എഴുതാൻ പറ്റൂ. ഇനി വേറെ ഉണ്ട് GDC എന്ന് പറഞ്ഞിട്ടുണ്ട്. GDC എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. അത് ജനറൽ ആണ്. അതിന്റെ അർത്ഥം അത് എല്ലാവർക്കും എഴുതാം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും എഴുതാം. അപ്പൊ GDC ആയിട്ട് ഒരു 100 SM-ന്റെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എഴുതാം. അതിന് സർവീസ് ലിമിറ്റേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് 1 വർഷം സർവീസ് പോലും ആവണ്ട, നിങ്ങൾക്ക് എന്തെഴുതാം, നിങ്ങൾക്ക് GDC എഴുതാം. നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു പ്രൊമോഷൻ ടെസ്റ്റ് വരികയാണെങ്കിൽ, നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ജോലി കിട്ടിയ ശേഷം നിങ്ങൾ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതിയിട്ട് ഇതുപോലെ വേറെ ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ മാറാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഷൻ പോലെ ഇരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ബാംഗ്ലൂരിലും പിന്നെ മധുര ഡിവിഷനിലും അങ്ങനെ ചില ഡിവിഷനിലൊക്കെ ഇഷ്ടംപോലെ GDC എക്സാമുകൾ വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രിവാൻഡ്രം ഡിവിഷനിലും വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിയിട്ട്
നിങ്ങൾക്ക് ഉയർന്ന പോസ്റ്റുകളിലേക്ക്, ഡിഗ്രി ലെവൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ LDC എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. അതിന് 2 വർഷം സർവീസ് വേണം. 2 വർഷം സർവീസ് ഉണ്ടെങ്കിലേ LDC എഴുതാൻ പറ്റൂ. അതായത് LDC എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെയുള്ള എക്സാം ആണ്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കുന്ന, ആ ഡിപ്പാർട്ട്മെന്റുകാർക്ക് വേണ്ടി മാത്രം വിളിക്കുന്ന. അപ്പൊ അത് എഴുതണമെങ്കിൽ 2 വർഷം സർവീസ് ചെയ്യണം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കുറവാണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ മാത്രമാണ് എഴുതുന്നത്. അതാണ് LDCയുടെ പ്രത്യേകത. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി. പിന്നെ എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഹോളിഡേ ഹോം ഉണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഓൾറെഡി പറഞ്ഞതാണെന്നാലും ഒന്നുകൂടി പറയാം. റെയിൽവേ ഹോളിഡേ ഹോം എന്ന് പറഞ്ഞിട്ട് പാരാമെഡിക്കൽ പോസ്റ്റിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനൊന്നും പറ്റത്തില്ല, ചില ഡിപ്പാർട്ട്മെന്റിൽ പറ്റും. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഇതിലോട്ട് വേണമെങ്കിലും പോവാം. നിലവിലുള്ള സ്റ്റാഫിൽ നിന്ന് തന്നെ വിളിക്കുന്ന എക്സാമുകളുണ്ട്. അപ്പൊ നമുക്ക് ഇതിലോട്ട് വേണമെങ്കിലും മാറിപ്പോ. നമുക്ക് എന്താണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അതനുസരിച്ച് നമുക്ക് റെയിൽവേയിൽ നമുക്ക് ഉയർന്ന പോസ്റ്റിലേക്ക് പോകാൻ പറ്റും. എക്സാം ഏത് മന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 5 മാസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ റെയിൽവേയുടെ ബാക്കി ബെനിഫിറ്റൂടെ ഞാൻ പറയാം. റെയിൽവേ ഹോളിഡേ ഹോം ഉണ്ട്. റെയിൽവേ ഹോളിഡേ ഹോം എന്ന് പറഞ്ഞാല് എല്ലാ സുഖവാസ കേന്ദ്രങ്ങളിലും, പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ, ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റെയിൽവേയുടെ വകയായിട്ട് ഹോളിഡേ ഹോം ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 രൂപയ്ക്ക് നമുക്കും നമ്മുടെ ഫാമിലിയിൽ എത്ര പേരുണ്ടോ അവർക്കെല്ലാവർക്കും, നമ്മുടെ കസിൻസിനും കൊച്ചനും ചിറ്റപ്പനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മാക്സിമം 5 ദിവസം വരെ കിട്ടും. 5 ദിവസത്തിൽ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു, എന്നാലും 5 ദിവസം മിനിമം കിട്ടും. 5 ദിവസം വരെ നമുക്ക് 30 രൂപയ്ക്ക് റൂം കിട്ടുന്നതായിരിക്കും. ഈ പറഞ്ഞ വലിയ വലിയ സ്ഥലങ്ങളിൽ, ഊട്ടി കൊടൈക്കനാലൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ, ഇപ്പൊ മധുരൈ അങ്ങനെയുള്ള, പിന്നെ കുട്രാലം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് 30 രൂപയ്ക്ക് നമുക്ക് ഒരു റൂം കിട്ടുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ഫാമിലിക്ക് താമസിക്കാൻ റൂമല്ല, ഒരു ക്വാർട്ടേഴ്സ് തന്നെ കിട്ടും. ഒരു വീട് പോലെ തന്നെ ഒരു സംഭവം നമുക്ക് കിട്ടുന്നതായിരിക്കും 30 രൂപയ്ക്ക്. ഇനി അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫിന് മാത്രമായിട്ട്, റെയിൽവേക്കല്ല, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫിന് മൊത്തത്തിലുള്ളതാണ്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസ് പോലെ സെൻട്രൽ ഗവൺമെന്റിനും ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഈ സമ്പദ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ സമ്പദ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ ഒരു ID ഉണ്ട്, നമുക്ക് ഒരു PF നമ്പർ ഉണ്ട്. ആ PF നമ്പർ അടിച്ചു കൊടുത്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്പദ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ഇന്ത്യയിലെ എല്ലാ വലിയ വലിയ സിറ്റികളിലും നമുക്ക് 200 രൂപയ്ക്ക് ഡബിൾ AC ബെഡ്റൂം കിട്ടുന്നതായിരിക്കും, റൂം കിട്ടുന്നതായിരിക്കും. ഇന്ത്യയിലെ വലിയ വലിയ നഗരങ്ങളിൽ നമുക്ക് പോയിട്ട് വെറും 200 രൂപയ്ക്ക് നമുക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റുകൾ, ഈ ജോലിയിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. കൂടെ നിങ്ങൾക്ക് B.Ed ഉള്ള ഒരാളാണെങ്കിൽ റെയിൽവേയിൽ B.Edന്റെ എക്സാം വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് എഴുതാം. B.Ed വെച്ചിട്ട് ടീച്ചർ ആവാൻ നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? നിങ്ങൾ നേഴ്സിംഗ് പഠിച്ച ആളാണ്, അങ്ങനെ നിങ്ങൾക്ക് റെയിൽവേയുടെ ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും. അപ്പൊ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ? നിങ്ങൾ ജസ്റ്റ് ഇതിനകത്തൊന്ന് എൻ്റർ ആവുക. എങ്ങനെയെങ്കിലും റെയിൽവേയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങൾ കയറി പറ്റിക്കഴിഞ്ഞാൽ എന്താണോ നിങ്ങളുടെ ഇഷ്ടം, എന്താണോ നിങ്ങളുടെ അഭിരുചി, എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിപ്പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നീട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് എക്സാമിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാനില് മോഡൽ എക്സാം ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, പിന്നെ എല്ലാ വിഷയത്തിനും നല്ല ക്വാളിറ്റി ക്ലാസ്സസ്, അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഇത്ര വർഷമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റു സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ അധ്യാപകരായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ആഴ്ചയിൽ നിലവിൽ 3 ക്ലാസ് ആണ് ഒരാഴ്ചയിൽ നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ എണ്ണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ അതിൽ ചിലപ്പോൾ കൂടുതൽ അല്ലെ കുറവ് വരുത്തുന്നതായിരിക്കും. എന്തായാലും ഇപ്പൊ നിലവിലെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരാഴ്ചയിൽ 2 to 3 ബ്രേക്ക് ഇല്ലല്ലോ? യെസ്.
യെസ്, ബ്രേക്കില്ല. യെസ്, ബ്രേക്ക് ഉണ്ടോ? ബ്രേക്കില്ല. യെസ്. അപ്പൊ നമ്മള് ജോലിയെ പറ്റി പറഞ്ഞു, ശമ്പളത്തെ പറ്റി പറഞ്ഞു, ആനുകൂല്യങ്ങളെ പറ്റി പറഞ്ഞു, റെയിൽവേ ജോലിയുടെ ആനുകൂല്യങ്ങളെ പറ്റി പറഞ്ഞു, പ്രൊമോഷൻ സാധ്യതകളെ പറ്റി പറഞ്ഞു. പിന്നീട് എന്താ നമ്മൾ പറഞ്ഞത്? പിന്നെ ആ ജോലിയുടെ നേച്ചറിനെ പറ്റി ഞാൻ പറയാം. ചില ജോലികൾ പകൽ സമയം മാത്രം ചെയ്യുന്നതായിരിക്കും, ചിലത് രാത്രിയിലും ചെയ്യുന്നതായിരിക്കും. പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു ജോലി നിങ്ങൾക്ക് രാത്രിയിലുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പൊ വൈകിട്ട് 7 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ആയിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി. അത്രയും നേരം നിങ്ങൾ സ്റ്റേഷനിൽ നിൽക്കണം, ഉണർന്നിരിക്കേണ്ടി വരും. കാരണം ഓരോ ട്രെയിൻ പോകുമ്പോഴും നിങ്ങൾ ഇതുപോലെ പച്ച കാണിക്കേണ്ടി വരും, പച്ച ലൈറ്റ് അടിക്കേണ്ടി വരും. പകലാണെങ്കിൽ പച്ച കൊടി കാണിക്കാം, രാത്രിയിലാണെങ്കിൽ പച്ച ലൈറ്റ് അടിക്കേണ്ടി വരും. അപ്പൊ പോയിന്റ്സ്മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ നിങ്ങൾ ഇതുപോലെ ഉറക്കം കളഞ്ഞ് രാത്രിയിൽ ഫുള്ള് ഉറക്കം കളഞ്ഞ് ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ജോലിയുടെ നേച്ചർ, കുറച്ച് ജോലികൾ രാത്രിയിലും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്, ചിലത് പകല് മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ അതനുസരിച്ചിട്ട് പ്രിഫറൻസ് കൊടുക്കുക. അപ്പൊ അതൊക്കെയാണ് ജോലിയുടെ നേച്ചർ. പിന്നെ ട്രാക്ക് മെയിൻ്റനർ എന്ന് പറയുന്ന ഒരു ജോലി ഒഴിച്ച് ബാക്കിയെല്ലാം ഒരുവിധം സുഖം ജോലികളാണ്. പിന്നെ ട്രാൻസ്ഫറിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഒരു ഡിവിഷൻ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പൊ മധുര ഡിവിഷനിൽ പെട്ടെന്ന് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, ഇപ്പൊ സേലം ഡിവിഷനിൽ ട്രാൻസ്ഫർ പതുക്കെയാണ് ആവുന്നത്. ചെന്നൈ ഡിവിഷനിൽ മധുര ഡിവിഷന്റെ അത്രയില്ല, എന്നാലും ഒരു ട്രാൻസ്ഫർ ചെന്നൈ ഡിവിഷനിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഷൻ പോലെ ഇരിക്കും നിങ്ങളുടെ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിനെ പറ്റി അതാണ് പറയാനുള്ളത്. ഇനി പഠിത്തത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 5 മാസമായിരിക്കും നമുക്ക് മാക്സിമം കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ അൽക്കുലത്ത് കാര്യങ്ങൾ പഠിപ്പിച്ച് അല്ലെ പറഞ്ഞ് നമ്മൾ സമയം കളയത്തില്ല. ആ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിൽ, ഒരു ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിൽ ആ 10 ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ക്ലാസ്സുകളെ നമ്മൾ എടുക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ ചെയ്യിപ്പിക്കൂ. അല്ലാതെ ഒരു ഡെമോയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എണ്ണം തേക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യത്തില്ല. 10 ക്വസ്റ്റ്യൻ തേക്കാൻ വേണ്ടിയിട്ട്, 10 എണ്ണം തേക്കാൻ വേണ്ടിയിട്ട് ഒരു 5 എണ്ണം ടഫ് ഉള്ളത് നല്ല ക്വസ്റ്റ്യനും ബാക്കി 5 എണ്ണം പിന്നെ അതിന്റെ മോഡൽ ചെയ്ത അതേ മോഡൽ, അങ്ങനെയുള്ള പരിപാടിയില്ല. 10 ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ 10ഉം എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ, അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. അപ്പൊ ആ ലെവലിലായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം സമയമില്ല. ഇനി 5 മാസമാണ് മാക്സിമം കിട്ടുന്നത്. അപ്പൊ കിട്ടുന്ന ക്ലാസ് എല്ലാം ക്വാളിറ്റി ക്ലാസ്സസ് ആയിരിക്കും. അല്ലാതെ ജസ്റ്റ് 1 മണിക്കൂർ സമയം തേക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മുടെ കോഴ്സിൽ ഉണ്ടായിരിക്കുന്നതല്ല. ആ 1 മണിക്കൂർ നല്ല പ്രയോജനമുള്ള 1 മണിക്കൂറായിരിക്കും. ആ 1 മണിക്കൂർ പഠിക്കുന്ന ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ നിങ്ങൾ പിന്നെ നോക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു 2 തൊട്ട് 3 വരെ ക്ലാസ്സുകൾ തരാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സിലബസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ചിലപ്പം കുട്ടികളുടെ എണ്ണം അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ ക്ലാസ് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ എണ്ണവും നിങ്ങളുടെ ഇതും ഒരു സഹകരണം പോലെ ഇരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത് 5 മാസമാണുള്ളത്. കേരള PSC പോലെ ഇട്ട് വലിച്ചഴിച്ച് നിങ്ങളുടെ ക്ഷമ നശിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല റെയിൽവേ എന്ന് പറയുന്നത്. നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യം 1 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫ് സെറ്റാണ്. നല്ലതുപോലെ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ കേരള PSC പോലെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയല്ല, പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും എന്നുള്ള ഒരു എക്സാം ആണ് ഈ റെയിൽവേ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ലതുപോലെ കഷ്ടപ്പെടാൻ, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ. പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടും. PSC പോലെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫലം കിട്ടുമെന്നല്ല, ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫലം കിട്ടും. 1 വർഷം കൊണ്ട് തന്നെ നിങ്ങൾ സെറ്റിൽ ആവും. നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം പഠിച്ചുകൊണ്ടിരിക്കണം. 36 വയസ്സ് വരെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഏജ് ഓവറാവുന്നവരെ നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നന്നായി പഠിക്കാൻ റെഡി ആണെങ്കിൽ PSC കിടുന്ന എഫേർട്ടിന്റെ 4/1 ഞാൻ വീട് വെച്ചു, കല്യാണം കഴിച്ചു, എന്റെ എല്ലാ കാര്യങ്ങളും നടന്നു. എനിക്ക് നല്ലൊരു കല്യാണം നടന്നു, നല്ലൊരു ബന്ധം കിട്ടി, നല്ലൊരു കല്യാണം കഴിച്ചു, വലിയൊരു 2 നില വീട് വെച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജോലി കിട്ടിയോണ്ടാണ് നടന്നത്. എല്ലാ കാര്യങ്ങളും നടന്നു. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, കാർ എടുത്തു, വീട് വെച്ചു, എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പൊ ഇതെല്ലാം എനിക്ക് ജോലി കിട്ടിയോണ്ടാണ് നടന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നുമില്ല, ഒരു വർഷം നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി. 1 വർഷം കഷ്ടപ്പെടണ്ട, 5 മാസം 6 മാസം കഷ്ടപ്പെട്ടാൽ മതി. ശാരീരികമായിട്ടൊരു 5 മാസം 6 മാസം കഷ്ടപ്പെടണം. പിന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ PSC പോലെ എന്തെങ്കിലും രക്ഷപ്പെടുമെന്നല്ല, ഉറപ്പായിട്ടും രക്ഷപ്പെടും. 1 കൊല്ലത്തിൽ നിങ്ങൾ സെറ്റിൽ ആവുന്നതാണ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. 1 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. പക്ഷെ അതിന് എന്ത് വേണം? അതിന് നല്ല ഡെഡിക്കേഷൻ വേണം. 5 മാസം നമ്മുടെ കൂടെ നിൽക്കണം. പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോകല്, മനസ്സും അടുത്ത് നിർത്തിയിട്ട് പോകരുത്. മനസ്സിലായില്ലേ? ഈ ഒരു കോഴ്സ് 5 മാസം അല്ലെ എത്ര മാസമാണോ അത് തീരുന്നതിന് മുമ്പ്
നിങ്ങളെ മാത്സും റീസണിങ്ങും നമ്മൾ സെറ്റാക്കിയിരിക്കും, GK-യും സെറ്റാ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. എന്നാലും മാത്സിന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ഒരു ഉറപ്പ് തരികയാണ്. ആ ഉറപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ എഴുതിയ ഗ്രൂപ്പ് ഡി എക്സാമിന് എനിക്ക് കിട്ടിയ 55 മാർക്കിൽ 30 മാർക്ക് ഞാൻ മാത്സ് ആണ്. അതിനുശേഷം വന്ന 2 NTPC എക്സാമിന്റെയും പ്രിലിമിനറി ഞാൻ ക്ലിയർ ചെയ്തതാണ്. മെയിൻസ് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെയാ പോയത്. അപ്പൊ അതുകൊണ്ട് മാത്സിന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ്, ഈ 5 മാസവും കണ്ടിന്യൂസ് തുടർന്നു കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾക്ക് ഞാൻ സെറ്റാക്കി തരുന്നതായിരിക്കും. പിന്നെ മാത്സ് പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാല്, ഇതിൽ കുറച്ച് പേര് PSCക്ക് വേണ്ടി പഠിക്കുന്നവർ കാണും. അപ്പൊ അവർക്കുള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാല്, നിങ്ങൾ മാത്സ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ആ മാത്സിന് വേണ്ടി നിങ്ങൾ ഇടുന്ന എഫർട്ട് നിങ്ങൾക്ക് PSCക്കും റെയിൽവേക്കും കൂടെ ഒരുമിച്ചിടാം. മനസ്സിലായില്ലേ? നിങ്ങൾ റെയിൽവേക്ക് വേണ്ടി മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പ്രത്യേകം PSCക്ക് വേണ്ടി, PSCയുടെ 20 മാർക്കിന് വേണ്ടി, ഇനി ഡിഗ്രി ഫിലിംസ് ഒക്കെ വരാൻ പോവുകയാണ്, അപ്പൊ അതിന്റെ 20 മാർക്കിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം മാത്സ് പഠിക്കേണ്ട ആവശ്യമില്ല. PSCയുടെ ഒരു എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങൾ മാത്സ് പഠിക്കേണ്ട ആവശ്യമില്ല. റെയിൽവേക്ക് വേണ്ടി നിങ്ങൾ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്സ് സെറ്റാണ്. പിന്നെ നിങ്ങൾ മാത്സിനെ പറ്റി ആലോചിച്ച് PSC എക്സാമിന് ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്സിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മാത്സ് നല്ലപോലെ പഠിക്കുക, അവസാനം വരെ കൂടെ നിൽക്കുക, നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുക. മാത്സ് സെറ്റാക്കി തരുന്നതായിരിക്കും. പിന്നെ എന്നെ മാക്സിമം ഊറ്റിയെടുക്കുക. ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ ഇത്രയും നാള് എനിക്ക് ഒരു ഉത്തരവാദിത്വം ഏൽക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലാസ് മാത്രമാണ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്റൻസിൽ. വേറെ ഒരു കാര്യം ഞാൻ എക്സ്ട്രാ ഇന്റൻസിൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ക്ലാസ് എടുക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. വേറെ പല ഉത്തരവാദിത്തങ്ങളും അഖിൽ സാർ ഏൽപ്പിച്ചെങ്കിലും ഞാൻ അതൊന്നും ഏൽക്കാതെ ഞാനൊരു ഫ്രീ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല, ഞാൻ ശരിക്കും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ നിങ്ങൾ മാക്സിമം ഊറ്റിയെടുക്കുക. എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യിപ്പിക്കുക. ഓക്കെ, എന്നെ കൊണ്ട് എന്തൊക്കെ പണിയെടുപ്പിക്കാൻ പറ്റുമോ ആ പണി നിങ്ങൾ എടുപ്പിക്കുക. നിങ്ങൾ ചോദിച്ച് മേടിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ച് മേടിക്കുക. നമ്മൾ അറിഞ്ഞു തരാൻ ശ്രമിക്കും. കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മേടിക്കാൻ ശ്രമിക്കുക. നമ്മളെ മാക്സിമം ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ഇത്രയും വർഷമായിട്ട് കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും എക്സാം എഴുതുന്നതാണ്, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. അത് നിങ്ങൾ ചെയ്യുക. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇത്രയൊക്കെയാണ് ജോലിയെ പറ്റി പറയാനുള്ളത്. പിന്നെന്താണ്, ആപ്ലിക്കേഷന് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് ഡിവിഷൻ വെക്കാനാണോ ഉദ്ദേശിക്കുന്നത് ആ ഡിവിഷന്റെ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ മതി. PSC ആൻഡ് ഗ്രൂപ്പ് ഡി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ഉറപ്പായിട്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. റീസണിങ് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നത് റെയിൽവേക്ക് വേണ്ടിയിട്ട്. ബാക്കി പറഞ്ഞ ജനറൽ സയൻസും GK-യും കറണ്ട് അഫയേഴ്സും മാത്സും എല്ലാം PSCക്കും റെയിൽവേക്കും എല്ലാം ഒരുപോലെ തന്നെ. പിന്നെ ഒറ്റ വ്യത്യാസം, PSCയുടെ 20 മാത്സ് പോലല്ല, റെയിൽവേയുടെ 25 മാത്സ് വരുന്ന പെട്ടെന്ന് ചെയ്യണം. ആ 25 മാത്സ് 20 മിനിറ്റ് കൊണ്ട് ചെയ്യണം, അല്ലെ 15 മിനിറ്റ് കൊണ്ട് ചെയ്യണം. PSC പോലെ ലോങ് സ്റ്റെപ്പ് എഴുതി ചെയ്ത് പഠിച്ചാൽ പോരാ. ലോങ് സ്റ്റെപ്പ് ചെയ്ത് പഠിക്കണം ആദ്യം, പിന്നെ അതിന്റെ ഷോർട്ട് കട്ടും പഠിക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കണം, പിന്നെ ഷോർട്ട് കട്ടും പഠിക്കണം. എത്രയും സ്പീഡ് ചെയ്യാൻ പറ്റും അത്ര സ്പീഡിൽ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാക്കിയെടുക്കണം 5 മാസം കൊണ്ട്. ഒരു ചെറിയ കാര്യമല്ല, ഹാർഡ് വർക്ക് ആവശ്യമാണ്. പക്ഷെ ആലോചിക്കുക, ഒറ്റത്തവണ ഹാർഡ് വർക്ക് ഇട്ടാൽ മതി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഹാർഡ് വർക്ക് വേണ്ടി വരത്തില്ല. പിന്നുള്ള കാലം മൊത്തം സുഖമായിട്ട് ജീവിക്കാം. ഓക്കെ, ഒറ്റത്തവണ കഷ്ടപ്പെട്ടാൽ മതി. ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടത്തില്ല. മനസ്സിലല്ലേ? PSC പോലൊന്നും അല്ല, പഠിച്ചാൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുക, ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോവാതിരിക്കുക. ഓക്കെ, ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോകാതിരിക്കുക. ഓരോ മാസം വീതമാണ് ഫീ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരുമിച്ച് മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാതെ മാത്രം നിങ്ങൾ നിന്നാൽ മതി. അതുകൊണ്ടാണ് ഓരോ മാസം മേടിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അവസാനം വരെ നിൽക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? നമ്മളെ ഊറ്റിയെടുക്കുക. നമ്മൾ ഇത്ര, ഞാനുണ്ട്, അഖിൽ സാറുണ്ട്, വിഷ്ണു സാറുണ്ട്, ഈ ഒരു ഫീൽഡിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ സാറന്മാരെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഊറ്റിയെടുക്കുക. നിങ്ങൾ ചോദിച്ച് മേടിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കുക. പിന്നെ നമ്മുടെ ക്ലാസിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്, ഇന്റൻസിലെ ബാക്കിയുള്ള ബാച്ചുകൾ 9 to 10 നടക്കുന്നതുകൊണ്ട് നമ്മുടെ റെയിൽവേയുടെ ബാച്ച് 8 to 9 എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഓക്കെ ആണ് ആ ഒരു ടൈമിങ്? 8 to 9 ക്ലാസ് ടൈം കണ്ടക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ബാക്കിയുള്ള ക്ലാസ്സുകൾ 9 to 10 ആണ് ഇന്റൻസിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ടൈമിംഗ് എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെയാണ്. ഫീയും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ അഖിൽ സാറും വിഷ്ണു സാറും ഒക്കെ പറയും. ഓക്കെ, ഞാനാണ് ഇതിന്റെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു 4-5 മാസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ മാക്സിമം എന്റെ കൂടെ നിൽക്കുക. ഓക്കെ, എല്ലാവരുടെയും ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവരും ജോലിക്ക് കയറട്ടെ. റെയിൽവേ ജോലികളിൽ പൊതുവെ നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്
ബീഹാറുകാരുമായിട്ടാണ്. ആ ബീഹാറുകാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവരൊരു 10ാം ക്ലാസ് വരെ പഠിക്കത്തുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ കോച്ചിങ്ങിന് പോവുകയാണ്. കോച്ചിങ്ങിന് പോയി 5, 6, 7 വർഷം അവർ കോച്ചിങ് ആണ്. അവർ +2 എടുക്കുന്നതും ഡിഗ്രി എടുക്കുന്നതും എല്ലാം ഡിസ്റ്റന്റ് ആയിട്ടാണ്. അവർ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോകാറുള്ളൂ. 10ന് ശേഷം അവർ സ്കൂളിൽ പോകാറില്ല. നേരെ പാറ്റ്ന, ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്ന എന്ന് പറയുന്ന സ്ഥലത്ത് പോകും. ആ പാറ്റ്നയിൽ പോയിട്ട് ഇഷ്ടംപോലെ കോച്ചിങ് സെന്ററുകളുണ്ട്. അവിടെ സ്റ്റേ ചെയ്ത് അവിടെ താമസിച്ച് വീട്ടിൽ പോലും പോകത്തില്ല. പിന്നെ ഒരു ജോലി കിട്ടിയിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ. വീട്ടിൽ പോലും പോകാതെ അവിടെ സ്റ്റേ അടിച്ചാണ് അവർ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് ഇത്ര 5, 6 വർഷമായിട്ട് ഇതിങ്ങനെ ചെയ്ത് തടക്കവും പഴക്കവും വന്നിരിക്കുന്നവരുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പൊ ആ ഒരു സീരിയസ്നെസ് പഠിത്തത്തിൽ വേണം. PSCയുടെ മാത്സ് പഠിക്കുന്ന പോലെ ഉഴപ്പിയടിച്ച് പഠിക്കല്. അത്ര ഇന്റൻസ് ആയിട്ട്, നമ്മുടെ ഇന്റൻസിന്റെ പേര് പോലെ തന്നെ അത്ര ഇന്റൻസ് ആയിട്ട് പഠിച്ചാലേ പറ്റൂ. ഉഴപ്പ് ഇതിനകത്തില്ല. 5 മാസമാണ് നമ്മളുടെ ഒരു 30 വർഷം, 30 നമ്മുടെ ഈ ജീവിതകാലം മൊത്തവും നമുക്ക് സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 5 മാസം നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം ജീവിതകാലം മുഴുവനും സന്തോഷമായിട്ടും സുഖത്തോടു കൂടിയും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ഒരു 5 മാസം കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് നല്ലതുപോലെ മാത്സ് പഠിക്കുക, നല്ലപോലെ GK പഠിക്കുക, നല്ലപോലെ സയൻസ് ഇതെല്ലാം പഠിക്കുക. NCERT ലെവലില് GKയും സയൻസും ഒക്കെ പഠിക്കുക. മാത്സ് നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട, ഞാൻ ഫുള്ള് ചെയ്തു തന്നോളാം. ഞാൻ പറയുന്ന പോലെ ചെയ്തു പോയാൽ മതി, കേട്ട് പോയാൽ മാത്രം മതി. നമ്മൾ പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. മാത്സിന്റെ കാര്യം ഞാൻ ഓക്കെ ആക്കുന്നതാണ്. അതുകൊണ്ട് മാത്സിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. അപ്പൊ ഇത്രയൊക്കെയാണ് പിന്നെ നമുക്ക് ജോലിയെ പറ്റി പറയാനുള്ളത്. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. ജോലിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പ്രിഫറൻസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. എങ്ങനെയെങ്കിലും ഒരു ജോലി മതി എന്ന് ആഗ്രഹമുള്ളവര് ട്രാക്ക് മെയിൻ്റനർ വെക്കുക. ഇനി അതല്ല, എനിക്ക് അത്യാവശ്യം സുഖമുള്ള ജോലി മതി, എനിക്ക് കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ എന്നാണ് മൈൻഡെങ്കിൽ ട്രാക്ക് മെയിൻ്റനർ വെക്കരുത്. കാരണം ട്രാക്ക് മെയിൻ്റനർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 14ാമത്തെ ഓപ്ഷനാണ് വെക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രാക്ക് മെയിൻ്റനറേ കിട്ടൂ, വേറെ ജോലിയൊന്നും കിട്ടത്തില്ല. നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട് എന്നാലും നിങ്ങൾക്ക് ട്രാക്ക് മെയിൻ്റനറേ ചിലപ്പോൾ കിട്ടൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജോലി മതി, റെയിൽവേയിൽ ഒരു ജോലി മതി എന്ന് മതിയെങ്കിൽ ട്രാക്ക് മെയിൻ്റനർ വെക്കുക. പിന്നെ ട്രാക്ക് മെയിൻ്റനറായിട്ട് കയറിയാലും പ്രൊമോഷൻ എഴുതി വേറെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വിളിക്കുമ്പോൾ എഴുതി നിങ്ങൾക്ക് മാറിപ്പോവാവുന്നതാണ്. അപ്പൊ അതിനൊക്കെ പഠിക്കണം. ജോലി കിട്ടിയാലും പഠിക്കണം, ജോലി കിട്ടിയാലൊക്കെ സമയം ഒപ്പിച്ച് പഠിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. അഥവാ എന്തായാലും വെക്കുവാണെങ്കിൽ ട്രാക്ക് മെയിൻ്റനർ ലാസ്റ്റ് വെക്കുക. അതാ എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് പിന്നെ ജോലിയെ പറ്റി, റെയിൽവേ ജോലിയെ പറ്റിയും ഇതിനെയൊക്കെ പറ്റി പറയാനുള്ളത്. അപ്പൊ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, കുഴപ്പമടിക്കരുത്. 5 മാസമാണ്. PSC പോലെ ഞാൻ 5 വർഷമായിട്ട് PSC പഠിക്കുന്നു, 6 വർഷമായിട്ട് PSC പഠിക്കുന്നു എന്ന് പറയേണ്ട അവസ്ഥ വരില്ല. ഇനി ഞാൻ 5 മാസമേ പഠിച്ചോളൂ, 5 മാസം പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടി എന്ന് അഭിമാനത്തോടു കൂടി പറയാം. ഞാൻ വെറും 5 മാസമേ പഠിച്ചോളൂ, എനിക്ക് ജോലി കിട്ടി എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, ഞാൻ വേറെ ഇത്രയും നാൾ ഞാനൊരു ഫ്രീ ആയിട്ട് നടന്ന ഒരാളാണ്. ഒരു ഫ്രീ ആയിട്ട് ജസ്റ്റ് 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു, പിന്നെ എന്റേതായ ലോകത്ത് അങ്ങനെ നടന്ന ഒരാളാണ്. പക്ഷെ ഇനിയുള്ള എന്റെ ഒരു 5 മാസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. പകലായിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, എപ്പോഴോ ആയിക്കോട്ടെ, ഏത് സമയമായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് മാക്സിമം ഉപയോഗിക്കുക. ഓക്കെ, ഒരാള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്, നിങ്ങളത് മാക്സിമം ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ജോലിയെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും പറയാനുള്ളത്. അപ്പൊ നമ്മൾ വരും ദിവസങ്ങളിൽ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. ബാക്കി ഫീ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഖിൽ സാറും വിഷ്ണു സാറും പറയും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. 2026 അടുത്ത വർഷം നമ്മൾ ഇതേ ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടും. സാർ എനിക്ക് ഇവിടെ കിട്ടി, സാർ എനിക്ക് സെയിൽസ് ഡിവിഷനിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് കിട്ടിയത്, സാർ എനിക്ക് ഡിവാൻ ഡിവിഷനിൽ ഇന്ന സ്ഥലത്ത് പോയിന്റ്സ് മാനായിട്ട് കിട്ടി, സാർ എനിക്ക് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് കിട്ടിയത്. അപ്പൊ ഇങ്ങനെയുള്ള മെസ്സേജ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അഖിൽ സാറും വിഷ്ണു സാറും ഒക്കെ സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഓരോരുത്തർക്ക് ജോലി കിട്ടിയ, ഓരോ പിള്ളേർക്ക് ജോലി കിട്ടിയ അവർ ആ ഒരു മെസ്സേജ് സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും അതിയായ ആഗ്രഹമുണ്ട് ഇതുപോലൊരു എല്ലാ ദിവസവും ഒരു 100 മെസ്സേജെങ്കിലും എനിക്ക് ഇടാൻ പറ്റണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം അതിനപ്പുറം ഒരു അച്ചീവ്മെന്റ് ഇല്ല, മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ഒരു മൈൻഡിൽ അതിനെക്കാട്ടിയും വലിയൊരു അച്ചീവ്മെന്റ് ഇല്ല. അതാണ് ഈ ജോലി കിട്ടിയൊന്നുമല്ല, ഒരാൾ കൂടെ നമ്മൾ കാരണം ഒരാൾ കൂടെ ജോലി കിട്ടുമ്പോഴാണ് ആ ഒരു സന്തോഷം, അത് അവസാനം വരെ നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടെ ഉണ്ട്, നിങ്ങളും കൂടെ ഉണ്ടാവണം. ഈ 5 മാസം പകുതിക്ക് വെച്ച് മനസ്സും അടുത്ത് നിർത്തിയിട്ട് പോലെ നമ്മുടെ ഹെലൻ കെല്ലർ പറയുന്ന പോലെ പെർസിവിയറൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സ്ഥിരോത്സാഹം. അതില്ലാതെ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ജയിക്കാൻ പറ്റത്തില്ല. ഏത് മേഖലയിൽ വിജയിക്കാനും
ഒന്നൊരു ലക്ഷ്യം വേണം. നമുക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്, ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനൊരു പ്ലാൻ ഉണ്ട്, നമ്മുടെ ഇന്റൻസിന്റെ വകയായിട്ട് നമുക്ക് അതിനൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതിനൊരു പ്ലാൻ ഉണ്ട്. ഇനി വേണ്ടുന്നത് പെർസിവിയറൻസ് ആണ്, സ്ഥിരോത്സാഹമാണ്. ആ സ്ഥിരോത്സാഹം, ലക്ഷ്യം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, സ്ഥിരോത്സാഹം വീണ്ടും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതാണ്. അത് നിങ്ങൾ ചെയ്യുക. ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ഞങ്ങള് ഒന്ന് ഡിമ്മായി പോവാണെങ്കിൽ നിങ്ങൾ വേണം നമ്മളെ ഉയർത്തിക്കാൻ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലാണ്. ഞങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങൾ നമ്മളെയും, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾ ചോദിച്ച് മേടിക്കുക. ഞാൻ അതാണ് പറയുന്നത്. ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറയുന്ന പോലെ നിങ്ങൾ ചോദിച്ച് മേടിക്കുക. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഫുള്ള് മെറ്റീരിയലും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ അതിങ്ങനെ ചോദിച്ച് മേടിക്കുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒരുമിച്ച് പഠിച്ച് അടുത്ത ഒരു വർഷം നമ്മളെല്ലാവരും ജോലിക്ക് കയറുന്നതായിരിക്കും, വെൽ സെറ്റിൽഡ് ആവുന്നതായിരിക്കും. എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കയറട്ടെ എല്ലാവരും. ഇനി അതിനും അപ്പുറം ഒരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടാനില്ല. ഓക്കെ, നമ്മളെല്ലാവരും ഒരുപോലാണ് പഠിക്കുന്നത്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഐശ്വര്യമായിട്ട് നമുക്ക് അടുത്ത ഒരാഴ്ചയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ, ഈ ഗ്രൂപ്പിൽ ഏത് സമയം എന്ത് കാര്യം ചോദിച്ചാലും മറുപടി പറയാൻ ഞാൻ കാണും. ഓക്കെ, ഇനി ഒരു 5 മാസം ഞാൻ ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ കൂടെയൊക്കെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് സക്സസിലെത്താം. ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഗുഡ് നൈറ്റ്, താങ്ക് യു.